ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും എത്തിയോ? അപ്പോൾ നമ്മുടെ IIT-AIIMSന്റെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരോ ടോപ്പിക്കുകൾ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബയോളജിയുടെ ടോപ്പിക്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്തിയോ? എല്ലാവരും എത്തിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. അവർക്കും കൂടെ ക്ലാസ് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എത്തിയെങ്കിൽ ഒരു ഹായ് ഒക്കെ ഒന്ന് ഇട്ടേ. കുറച്ചുകൂടെ ആൾക്കാരായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ നല്ല രീതിയിൽ IIT-AIIMSന്റെ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ഓരോരോ ടോപ്പിക്കുകൾ നമ്മളിങ്ങനെ ഓരോ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ബാക്കിയുള്ള ബയോളജി ടോപ്പിക്കിനെ വെച്ച് നോക്കുമ്പം നിങ്ങൾ ഓർക്കും ഇത് ഇത്തിരി കൂടെ ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി നല്ല സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എത്തിയോ എല്ലാവരും? കാരണം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒന്ന് ജോയിൻ ചെയ്തേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം കളയുന്നില്ല, നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിന്ന് സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് ഓടിയെത്തും. നമ്മുടെ ഈ ഒരു ഇമേജിൽ കൊടുത്തിരിക്കുന്ന പോലെ ചില ആൾക്കാരൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് വരും അല്ലേ? അതായത് ഹാർട്ടുണ്ട്, പിന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ മെയിൻ ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന നമ്മുടെ പാർട്സുകളൊക്കെ ഏതൊക്കെയാണ്? ഹാർട്ടുണ്ട്, അതൊക്കെ കേട്ടോ. ഹാർട്ടുണ്ട്, പിന്നെന്താണ്? ഹാർട്ട് മാത്രം മതിയോ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ? ഹാർട്ട് മാത്രം മതിയോ? പോരല്ലേ? യെസ്, ബ്ലഡ് വേണം. ഇനി ഹാർട്ടും ബ്ലഡും മാത്രം മതിയോ? പോരാ. ബ്ലഡിന് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു പാത്വേയും കൂടെ വേണം. അതാരാണ്? ബ്ലഡ് വെസൽസ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഹാർട്ടും ബ്ലഡ് വെസൽസും പിന്നെ ബ്ലഡും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? റെഡി ആണെങ്കിൽ മക്കൾ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേക്കാവോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുന്നതിന് മുന്നായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി സർക്കുലേറ്ററി സിസ്റ്റം നമ്മുടെ ബോഡിക്ക് ഉള്ളത്? എന്തിനു വേണ്ടിയായിരിക്കും? അതായത് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമുക്ക് എനർജി വേണം അല്ലേ? എനർജി നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ ഫുഡ് കഴിക്കുന്നത് വഴിയായിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഡൈജഷൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ന്യൂട്രിയൻസ് ആയിട്ട് മാറുന്നല്ലേ? എന്നിട്ട് ഈ ന്യൂട്രിയൻസുകൾ നമ്മുടെ എവിടെ വന്നിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ വന്നിട്ടാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്? എവിടെയാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്നിട്ടാണ് അത് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ എനർജി കിട്ടണമെങ്കിൽ ഈ ന്യൂട്രിയൻസുകൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇരുന്നാൽ മതിയോ? പോരാ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും എല്ലാ സെല്ലിലേക്കും ഈ ന്യൂട്രിയൻസ് എത്തണം. ഓക്കെ, അപ്പം അതിനുവേണ്ടി ആര് വേണം? അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റം വേണം. അതുപോലെ തന്നെ നമ്മൾ ബ്രീത്തിങ് വഴിയായിട്ട് ഓക്സിജൻ എടുക്കും അല്ലേ? നമ്മൾ ധാരാളം ഓക്സിജൻ അകത്തേക്ക് എടുക്കും, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും. അപ്പോൾ ഈ ഓക്സിജനെ നമ്മൾ എങ്ങോട്ടേക്കാണ് ബ്രീത്ത് ചെയ്തെടുക്കുക? നമ്മുടെ ലങ്സിലേക്കാണ്. ആ ഓക്സിജനും ആ ലങ്സിൽ ഇരുന്നാൽ മതിയോ? പോരാ. നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും എല്ലാ ടിഷ്യൂവിലേക്കും എല്ലാ സെല്ലിലേക്കും ഈ ഓക്സിജൻ എത്തണം. ഓക്കെ, അപ്പോൾ അതിനും നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം വേണം. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ റിലീസ്ഡ് വെൻ ദ ഫുഡ് ഈസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദ ഓക്സിജൻ ദാറ്റ് റീച്ചസ് ദ ലങ്സ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രീത്തിങ് ഷുഡ് റീച്ച് ദ സെൽ. അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസും പിന്നെ അതുപോലെ നമ്മൾ ബ്രീത്ത് ചെയ്തെടുത്ത നമ്മുടെ ഓക്സിജനും നമ്മുടെ ബോഡിയിലെ എല്ലാ ടിഷ്യൂസിലും എല്ലാ സെല്ലിലും എത്തിയാൽ മാത്രമേ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആയിട്ട് പഠിക്കണ്ടേ? നമുക്ക് ഓരോ കാര്യങ്ങളും നല്ല എനർജിയോടെ ചെയ്യണം അല്ലേ? അതിന് നമുക്ക് ന്യൂട്രിയൻസും കിട്ടണം, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഓക്സിജനും കിട്ടണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമുക്ക് എന്തുള്ളത്? സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത്. ഹൗ ഡു ദേ റീച്ച് ദ സെൽസ്? എങ്ങനെയാണ് ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇരിക്കുന്ന ന്യൂട്രിയൻസ് അതുപോലെ നമ്മുടെ ലങ്സിലിരിക്കുന്ന ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ എത്തണമെങ്കിൽ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം വേണം. സോ ഹൗ ഡു ദേ റീച്ച് ദ സെൽ? എങ്ങനെയാണ് അവരൊക്കെ സെല്ലിൽ എത്തുക? അതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, അതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, അതാണ് നമ്മുടെ
സർക്കുലേറ്ററി സിസ്റ്റം. ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നല്ല അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ എന്താണ് ഇതിലെ കോൺസെപ്റ്റുകളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഒരു എക്സ്ട്രാ സമയമെടുത്ത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി എക്സ്ട്രാ സമയമെടുത്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ? ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം, ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റം നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റം ആണോ? അല്ല അല്ലേ, നമ്മുടെ ബോഡി മൊത്തം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു വലിയൊരു സിസ്റ്റമാണ് ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റം. നോക്കിക്കേ, നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി എവിടെ തന്നിരിക്കുക, ബോഡിയുടെ എല്ലാ പാർട്ടിലും എത്തണം, എല്ലാ പാർട്ടിലും ന്യൂട്രിയൻസ് എത്തണം, എല്ലാ പാർട്ടിലും ഓക്സിജനും എത്തണം. സോ എന്താണ്, നമ്മുടെ ബോഡി മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം. നോക്കിയേ, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്താണ് ഹാർട്ട് കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ബ്ലഡ് വെസൽസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഇനി ഉള്ളിലൂടെ എന്താണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ചേരുന്നതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം? നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ചേരുന്നതാണ്. ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് ഉണ്ട്, ബ്ലഡും ബ്ലഡ് വെസൽസും ആൻഡ് ഹാർട്ട്. ഓക്കെ, ഇവർ 3 പേരും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം വന്നിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ ബ്ലഡ് മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുമോ? ഇല്ല. ബ്ലഡിന് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് ബ്ലഡ് വെസൽസ് വേണം. ഇനി ബ്ലഡും ബ്ലഡ് വെസൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുമോ? ഇല്ല. പിന്നെ എന്ത് കൂടെ വേണം? നമ്മുടെ ഹാർട്ടും കൂടെ വേണം. അത് പമ്പ് ചെയ്യാനായിട്ടുള്ള ആളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. സോ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ, ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഏതൊക്കെയാ? ബ്ലഡ് ഉണ്ട്, ദെൻ ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാനായിട്ട് പോവുക. നോക്കിയേ, ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ന്യൂട്രിയൻസിനെ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും, എല്ലാ ടിഷ്യൂവിലേക്കും, എല്ലാ സെല്ലിലേക്കും എത്തിക്കുക എന്നുള്ള ധർമ്മം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ദെൻ ട്രാൻസ്പോർട്ട് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, അതായത് എന്താണ് നമ്മുടെ ബോഡിയിലൂടെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡും അതുപോലെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡും ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ എത്തിച്ചാൽ മാത്രമേ എന്താണ് നമുക്ക് ഓക്സിജനെ നമ്മുടെ ബോഡിയിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, കാരണം എന്താണ് ഈ ബ്ലഡിൽ ഡിസോൾവ് ചെയ്താണ് ഓക്സിജൻ പോവുക. ഓക്സിജനും അതുപോലെ ന്യൂട്രിയൻസും എന്താണ് ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ എത്തിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നമുക്ക് ഓക്സിജൻ കിട്ടത്തുള്ളൂ. സോ അത് വന്നിട്ട് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇനി ട്രാൻസ്പോർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. നമ്മുടെ ബോഡിയിൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡും എന്താണ് നമ്മുടെ ബോഡി കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ആ ബ്ലഡിന് നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡിനെയും എന്താണ് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നത് ആരാണ്? അതിനും നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ബോഡിയിലുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ഓരോ ആൾക്കാരെ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാം. ഫസ്റ്റ് വണ്ണാണ് ബ്ലഡ്. ഓക്കെ, നമ്മൾ ഇനി ബ്ലഡിനെ പറ്റിയാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോവുക. ഇനി ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് ബേസിക് ആയിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതൊന്നുകൂടി ഒന്ന് നമ്മളൊന്ന് ഫ്രഷപ്പ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ബ്ലഡിനെ പറ്റിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ബ്ലഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതൊരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി ബ്ലഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ആണ് ത്രൂ ഔട്ട് ദ ബോഡിയിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് കിടക്കുന്ന ഒരേ ഒരു ഫ്ലൂയിഡ് അല്ലേ. സോ അവരാണ് എന്താണ് ഫുഡിനെയും അതുപോലെ ഓക്സിജനെയും നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെറ്റാബോളിക് പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഫലമായിട്ട് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നുണ്ട്. ഇത് പുറത്തേക്ക് പോകണമെങ്കിലും എന്താണ് ആര് വേണം? നമ്മുടെ ബ്ലഡ് വേണം. ആ ബ്ലഡിലാണ് ഇവരും വന്നിട്ട് എന്താണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. സോ എന്താണ് ഫുഡിനെയും ഓക്സിജനെയും വേസ്റ്റ് മെറ്റീരിയൽസിനെയും ഒക്കെ എന്താണ് നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ബ്ലഡ് ആവശ്യമാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ സിലബസിൽ തന്നെ പറയുന്നുണ്ട്, എന്താണ് ഇലമെൻറ്റ്സ് ഓഫ് ദ ബ്ലഡ്. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നോക്കിയേ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ബ്ലഡിൽ വരുന്ന ഇലമെൻറ്റ്സ്. അതായത് നമ്മളൊരു ബ്ലഡ് നമ്മളെടുത്ത് ബ്ലഡ് സാമ്പിൾ എടുത്ത് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള കമ്പോണൻസിനെ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിയപ്പം ബ്ലഡിലുള്ള കറക്റ്റ് എലമെൻസുകളൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് ഏതൊക്കെയാണ്? മെയിനായിട്ടും 4 കമ്പോണൻസ് ആണ് നമ്മുടെ ബ്ലഡിലുള്ളത്. ഏതൊക്കെയാണ്? പ്ലാസ്മയുണ്ട്,
പ്ലാസ്മയുണ്ട്, ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, പിന്നെ ഏതാണ് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 പേരെയാണ് മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നമ്മുടെ ബ്ലഡിലുള്ള ഇലമെൻസുകൾ 4 എണ്ണം ഉണ്ട്. പ്ലാസ്മയുണ്ട്, ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, ദെൻ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, ദെൻ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇത് ബ്ലഡ് ആണ് കാണിച്ചിരിക്കുക, ബ്ലഡിൻ്റെ സാമ്പിളാണ് കാണിച്ചിരിക്കുക. അത് സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷമുള്ളതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, ഈ ബ്ലഡിൻ്റെ അകത്ത് പെയിൽ യെല്ലോ കളറിൽ നമുക്കൊരു ഫ്ലൂയിഡ് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് എന്ത് പ്ലാസ്മ എന്ന് പറയുന്നത്. ബ്ലഡിലുള്ള ഒരേ ഒരു ലിക്വിഡ് പാർട്ട് അല്ലെങ്കിൽ എന്താണ് ബ്ലഡിലെ ഒരു പെയിൽ യെല്ലോ കളറിൽ കാണുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലാസ്മ എന്ന് പറയുക. നോക്കി അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിക്കേ, എബൌട്ട് 55%. അപ്പം ബ്ലഡിൽ എബൌട്ട് 55%ഓളം എന്താണ് പ്ലാസ്മയാണുള്ളത്. അപ്പം ബ്ലഡിലെ ഏറ്റവും കൂടുതലുള്ള ഇലമെൻ്റ് എന്ന് ചോദിച്ചാൽ ഏത് പറയണം, അത് പ്ലാസ്മയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളവരെല്ലാം ബ്ലഡ് സെൽസുകളാണ്. നോക്കിയേ, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ബ്ലഡിലുള്ളത്. എന്താ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ ഒന്ന് കമൻറ്റ് ചെയ്യാവോ? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതല്ലേ? യെസ്, ബ്ലഡ് കോട്ടിങ് അല്ലേ? ബ്ലഡ് കോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്നത് എന്താണ്, നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. നമുക്കൊരു കയ്യിലൊരു മുറിവുണ്ടായാൽ അതെന്താണ്, ഒരുപാട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതെ പെട്ടെന്ന് ഇത് ക്ലോട്ട് ആവുന്നുണ്ട് അല്ലേ? അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ എന്താണ്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. നമ്മൾ എന്താണ് RBC എന്ന് പറയത്തില്ലേ, RBC അതാണ് റെഡ് ബ്ലഡ് സെൽസ്. പ്ലാസ്മ കഴിഞ്ഞാൽ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ്. അത് എത്ര പെർസെൻറ്റേജ് ആണ് നോക്കിക്കേ, എബൌട്ട് ഒരു 41%ഓളം ബ്ലഡിലുള്ളത് എന്താണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, പിന്നെയുള്ള ആൾക്കാരാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. നോക്കിയൊരു വൈറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബ്ലഡ് സെൽസ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അവർ വന്നിട്ട് ഒരു 4%ഓളം മാത്രമാണ് എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ബ്ലഡിലുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്, ലിംഫോസൈറ്റ്, ബേസോഫില്ല്, ഈസ്നോഫില്ല്, മോണോസൈറ്റ്, ന്യൂട്രോഫില്ല്. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ പേരും കൂടെ നോക്കി വെക്കുക. ലിംഫോസൈറ്റ്, ബേസോഫില്ല്, ഈസ്നോഫില്ല്, മോണോസൈറ്റ് ആൻഡ് ന്യൂട്രോഫില്ല്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇലമെൻറ്റ്സ് ഓഫ് ദ ബ്ലഡിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 4 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണ്, പ്ലാസ്മയുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജും കൂടെ ഓർത്ത് വയ്ക്കുക. ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. ദെൻ എഗെയിൻ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ആരാണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ്. അത് 41%ഓളം. പിന്നെ ഒരു 4% മാത്രമേ എന്താണ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ഉള്ളൂ. അവരുടെ പേരും കൂടെ നോക്കി വെക്കുക. പിന്നെ വന്നിട്ട് എന്താണ്, പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെ പറ്റി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബ്ലഡിലുള്ള പെയിൽ യെല്ലോ കളറായിട്ടുള്ള ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ടിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. പെയിൽ യെല്ലോ ഇൻ കളറാണ്. അവരുടെ ഫംഗ്ഷൻ എന്താണ്, ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെൽസ്. നമ്മൾ പറഞ്ഞു ബ്ലഡ് ന്യൂട്രിയൻസിനെ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന്. അതിൽ ഈ ബ്ലഡിൽ തന്നെ പ്ലാസ്മയാണ് ആ ഡ്യൂട്ടി മെയിൻ ആയിട്ടും ചെയ്യുക. എന്താ ചെയ്യുന്നത്, ഗ്ലൂക്കോസിനെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ട് എത്തിക്കുന്നത് ആരാണ്, പ്ലാസ്മയാണ്. ഓക്കെ, ഇനി വന്നിട്ട് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, കുറേ പേര് പറഞ്ഞു. യെസ്, ബ്ലഡ് കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ്, പ്ലേറ്റ്ലെറ്റ്സുകളാണ് ബ്ലഡ് കോട്ടിങ്ങിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പിന്നെയുള്ള ആളാണ് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു എബൌട്ട് ഒരു 4%ഓളം മാത്രമാണ് ബ്ലഡിൽ വൈറ്റ് ബ്ലഡ് സെൽസ് വരുന്നത്. അവരുടെ പ്രത്യേകതകൾ പറയുവാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസിനെ കണ്ടു. അവർക്ക് ഓരോന്നിനും പല ഷേപ്പാണ്. സോ നോ ഡെഫിനറ്റ് ഷേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവർക്ക് എന്താണ്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളാണ് WBC സെൽസുകൾ. പിന്നെ ഇവരുടെ മെയിൻ ഫംഗ്ഷൻ, ബ്ലഡിലുള്ള ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രോയ്സ് പാത്തോജനെ എതിരെ ഫൈറ്റ് ചെയ്യുക. നമ്മുടെ ബോഡിയിലേക്ക് ആദ്യം എൻ്റർ ചെയ്യുന്ന പാത്തോജൻസിനെയൊക്കെ എന്താണ്, ഫോറിൻ ബോഡീസിനെയൊക്കെ ആദ്യം അവരുമായിട്ട് ഫൈറ്റ് നടത്തുന്ന ആൾക്കാരാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, അതായത് പ്ലാസ്മ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു 41%ഓളം വരുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ്. ഇവർക്ക് വന്നിട്ട് എന്താണ്, ഡിസ്ക് ഷേപ്ഡ് ആണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കണ്ടോ, ഡിസ്ക് ഷേപ്ഡ് നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കും. ഡിസ്ക് ഷേപ്ഡിലാണ് എന്താണ് RBC വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താണ്,
ഇവർക്ക് വന്നിട്ട് ന്യൂക്ലിയസ് ഇല്ല, നോൺ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസുകളാണ് RBC എന്ന് പറയുന്നത്. ഇനി ബ്ലഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്നവരാണ് RBC എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? നമ്മൾ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറഞ്ഞു, അത് പ്ലാസ്മയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഓക്സിജൻ എത്തണ്ടേ? നമ്മുടെ ബോഡിയിൽ എല്ലാ പാർട്ടിലും ഓക്സിജൻ എത്തണമെങ്കിൽ എന്താണ് നമുക്ക് ബ്ലഡ് വേണം. ആ ബ്ലഡിൽ തന്നെ RBC ആണ് ഈ ഒരു ഫംഗ്ഷൻ മെയിൻ ആയിട്ട് ചെയ്യുക. കാരണം എന്താണ്? RBCയിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്, കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന മോളിക്യൂളാണ് ഓക്സിജനെയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെയും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു മോളിക്യൂളാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ RBCയിലാണ് നമുക്ക് ഹീമോഗ്ലോബിൻ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ RBCയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ്? ബ്ലഡിൻ്റെ ഇലമെൻസുകളാണ് നമ്മൾ കണ്ടത്. പ്ലാസ്മയുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, WBC ഉണ്ട്, RBC. അപ്പോൾ നിങ്ങൾ എന്താണ് അതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷനും പെർസെൻറ്റേജും കൂടെ നോക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. ബ്ലഡ് മാത്രം മതിയോ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട്? പോരല്ലേ. ബ്ലഡ് ചുമ്മാ നമ്മുടെ ബോഡിയിലൂടെ ഇങ്ങനെ അങ്ങ് ഫ്ലോ ചെയ്ത് കിടക്കുകയാണോ ചെയ്യുന്നത്? അല്ല, കറക്റ്റ് ആയിട്ടുള്ള വെസലിൽ കൂടെ, കറക്റ്റ് ആയിട്ടുള്ള പാത്വേയിലൂടെ മാത്രമാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ ഒരു പാത്വേ ആണ് എന്ത്? ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ബ്ലഡ് വെസൽസ് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ എന്താണ്? ബ്ലഡ് വെസൽസിൽ കൂടിയാണ് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും എന്താണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബോഡിയിലൂടെ നമുക്കറിയാം, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഇങ്ങനെ വൈഡായിട്ട് കിടക്കുക അല്ലേ. അതിൽ സെൻട്രൽ പാർട്ടിലാണ് നമ്മുടെ ഹാർട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഇതുപോലുള്ള ബ്ലഡ് വെസൽസ് ആണ്. നോക്കിക്കേ, നമ്മുടെ കൈയിലേക്ക്, കാലിലേക്ക്, ഹെഡിലേക്ക് എല്ലായിടത്തേക്കും എന്താണ് ഈ ബ്ലഡ് വെസൽസ് പോയിട്ടുണ്ട്. അങ്ങനെ ബ്ലഡ് വെസൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലഡിന് എല്ലാ സ്ഥലത്തേക്കും എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. വേറൊരു പാർട്ടിക്കിൾസ് ആയിട്ടൊന്നും മിക്സപ്പ് ഒന്നും നടക്കാതെ എല്ലാ പാർട്ടിലും എത്തണമെങ്കിൽ എന്താണ്? ഇതുപോലുള്ള ബ്ലഡ് വെസൽസ് വേണം. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ബ്ലഡ് വെസൽസ് ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുള്ളതാ. ഏതൊക്കെയാണ് നോക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് എന്താണ്? ആർട്ടറി ഉണ്ട്, ദെൻ വെയിൻസ് ഉണ്ട്, ദെൻ ക്യാപ്പിലറീസ്. അങ്ങനെ 3 ബ്ലഡ് വെസൽസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പം അവരുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി കാണുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 3 ബ്ലഡ് വെസൽസ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, ദെൻ ക്യാപ്പിലറീസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ആർട്ടറി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട്സ് ഫ്രം ദ ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസലാണ് ആർട്ടറി എന്ന് പറയുക. ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ദാറ്റ് മീൻസ് ഹാർട്ടിൽ നിന്ന് നമ്മുടെ ബ്ലഡിനെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് കൊടുക്കുന്ന പാരാണ്? ആർട്ടറിയാണ് കേട്ടോ. അത് ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസലാണ്. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വെയിൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, റീച്ചസ് ദ ഹാർട്ടിലേക്ക് എന്താണ് ബ്ലഡിനെ കൊടുക്കുന്ന ആൾക്കാരാണ് വെയിൻ എന്ന് പറയുക. ഓക്കെ, അത് തിരിഞ്ഞു പോകരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടല്ലോ നന്നായിട്ട് പഠിച്ചു വെക്കുക. ആർട്ടറി വന്നിട്ട് എന്താണ്? ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് ആർട്ടറിയാണ്. ദെൻ പിന്നെ എന്താണ്? ഹാർട്ടിലേക്ക് എത്തുന്ന ബ്ലഡ് വെസൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതേതായിരിക്കും? അത് വന്നിട്ട് വെയിൻ ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമ്മൾ പറയാത്ത ഒരാളും കൂടെ ഉണ്ടല്ലോ. അതേതാണ്? ക്യാപ്പിലറീസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഈ ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ബ്ലഡ് വെസൽസ് ആണ് എന്താണ്? ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ആർട്ടറി പോലെയോ വെയിൻ പോലെയോ അത്ര വലിയ ബ്ലഡ് വെസൽ അല്ല എന്ത്? നമ്മുടെ ക്യാപ്പിലറീസ് എന്ന് പറയുക. ഇവരെ തമ്മിൽ എന്താണ് കണക്ട് ചെയ്യിപ്പിക്കുന്ന ബ്ലഡ് വെസൽസ് ആണ് ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ബ്ലഡ് വെസലിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. First one, arteries. Arteries are the blood vessels that carry oxygen-rich blood from the heart to different part of the body. It has thick elastic wall to withstand high pressure from the heart. Okay, നമ്മൾ പറഞ്ഞു ആർട്ടറി എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസലാന്ന് പറഞ്ഞു. അപ്പോൾ ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹാർട്ട് ശുദ്ധീകരിച്ച ബ്ലഡ് അല്ല, ഹാർട്ടിലൂടെ വന്ന എന്താണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ആയിരിക്കും എന്താണ് ഈ ആർട്ടറീസ് ക്യാരി ചെയ്യുക. സോ ആർട്ടറീസ് ക്യാരി ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണ്. എവിടെ നിന്നാണ്? ഫ്രം ദ ഹാർട്ടിൽ നിന്ന് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, ക്ലിയർ ആണോ? അതായത് എന്താണ്? ആർട്ടറീസ് ആണ് ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽസ്. അതുകൊണ്ട് തന്നെ എന്താണ് ഹാർട്ടിൽ നിന്ന് വരുന്ന ശുദ്ധീകരിച്ച ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും എന്താണ് ആർട്ടറീസിലൂടെ ഫ്ലോ ചെയ്യുന്നത്. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് പോകുന്നു. ഇനി അതുകൊണ്ട് തന്നെ എന്താണ് ആർട്ടറീസിന് വന്നിട്ട് തിക്കായിട്ടുള്ള ഇലാസ്റ്റിക് വോളാണ്. തിക്ക് ഇലാസ്റ്റിക് വോള്.
അതായത് ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറി നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അത്രയും ഹൈ പ്രഷറിലാണ് ഹാർട്ടിൽ നിന്ന് ആർട്ടറിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടറിയുടെ വോൾസ് എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള വോൾസ് ആയിരിക്കും. ടു വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ ഫ്രം ദ ഹാർട്ട്. അതെന്തിനു വേണ്ടിയാണ്? ഹാർട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ഹൈ പ്രഷറിനെ അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് തിക്ക് ഇലാസ്റ്റിക് ആയിട്ടുള്ള വോൾസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺസ് ആണ് വെയിൻസ് എന്ന് പറയുന്നത്. വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. ഓക്കെ, അപ്പം ആർട്ടറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? വെയിൻസ് ചെയ്യുന്നത്. അവരും ബ്ലഡ് വെസൽസ് ആണ് ദാറ്റ് ക്യാരി. പക്ഷേ വ്യത്യാസം എന്താണ്? അവർ ക്യാരി ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെയാണ്. കാരണം വെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹാർട്ടിലേക്ക് എത്തുന്ന ബ്ലഡ് വെസലാണ്. സോ ഹാർട്ടിലേക്ക് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെയാണ് നമ്മൾ ഹാർട്ടിലേക്ക് കൊടുക്കുക അല്ലേ. സോ നമ്മുടെ വെയിനിലൂടെ പാസ് ചെയ്ത് പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. ഓക്കെ, ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ടു ദ ഹാർട്ടിലേക്കാണ് അത് പോവുക. പിന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹാർട്ടിൽ നിന്നല്ല പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രഷറിൽ അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇവർ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊടുക്കുന്നവരാ. സോ അവർക്ക് അത്രയും ആർട്ടറീസിനെ പോലെ തിക്കായിട്ടുള്ള വോൾസിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിൻസിന് തിൻ വോൾസ് ആയിരിക്കും. തിൻ വോൾസ് ആസ് ബ്ലഡ് ഈസ് നോട്ട് അണ്ടർ ഹൈ പ്രഷർ. അതിന് കാരണം അവർക്ക് തിൻ വോൾസിൻ്റെ ആവശ്യമുള്ളൂ. കാരണം അവിടെ ഹൈ പ്രഷറിൽ ബ്ലഡ് ഫ്ലോ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അതാണ് വെയിൻസും ആർട്ടറീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അത് നിങ്ങളിങ്ങനെ ഒരു കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചിട്ട് പോകാം. ഓക്കെ, തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇനി തേർഡ് വൺ ആണ് ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. ക്യാപ്പിലറീസ് ആർ ദ തിൻ ബ്ലഡ് വെസൽസ് ദാറ്റ് കണക്ട് ദ ആർട്ടറീസ് ആൻഡ് വെയിൻസ് അല്ലേ. അതായത് ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു തിൻ ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപ്പിലറീസ് എന്ന് വിളിക്കുക. ദാറ്റ് കണക്ട് ദ ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ഇനി ദേ ആർ ദ സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ് വിത്ത് 1 cell തിക് വോൾസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ബ്ലഡ് വെസൽസിൽ, അതായത് ആർട്ടറീസ്, വെയിൻസ്, ക്യാപ്പിലറീസ്, അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ആരായിരിക്കും? അത് ക്യാപ്പിലറീസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ക്യാപ്പിലറീസ് അലോ ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സറൗണ്ടിങ് സെൽസ്. അപ്പോൾ ഈ ക്യാപ്പിലറീസിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സെൽസുമായിട്ടുള്ള ഒരു ബ്ലഡും സെൽസുമായിട്ടും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച്, മെറ്റീരിയൽസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ക്യാപ്പിലറീസിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്ലഡ് വെസൽസും നോക്കുക. ഇനി ബ്ലഡ് വെസൽസ് മാത്രം മതിയോ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട്? പോരാ. അതിനെല്ലാം കൺട്രോളിങ് സെൻറ്ററായിട്ട് അല്ലെങ്കിൽ ഇവരെ പമ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു മോട്ടർ ആവശ്യമുണ്ട്. നമ്മുടെ ബോഡിയിൽ ഉള്ള ആ ഒരു മോട്ടർ ആരാണ്? നോക്കി, ഇവിടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ഹാർട്ട് അല്ലേ. അവർ പമ്പ് ദ ഹാർട്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഒരു പമ്പ് പോലെ, ഒരു മോട്ടർ പോലെ ആക്ട് ചെയ്യുന്ന നമ്മുടെ ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു സിലബസിൽ ഹാർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം കേട്ടോ. കുറേ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഒന്നുകൂടെ ഒന്ന് ഫ്രഷപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ദ ഹാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും സെൻറ്ററായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഓർഗൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഹാർട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള ബ്ലഡും പിന്നെ അതുപോലെ നമ്മുടെ ബ്ലഡ് വെസലും എല്ലാം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുക. അപ്പോൾ അതിനെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് സെൻറ്ററിൽ ഇരിക്കുന്ന ആളെന്ന് പറയുന്നത് ആരായിരിക്കും? അത് നമ്മുടെ ഹാർട്ടാണ്. ഓക്കെ, ഇറ്റ് പംപ്സ് ബ്ലഡ് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മുടെ ഹാർട്ടാണ് ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും ബ്ലഡിനെ ഫ്ലോ ചെയ്യിക്കുന്നത്. ഓക്കെ, അതിനെ പമ്പ് ചെയ്യിപ്പിക്കുന്നത്. ഇനി പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കി വെക്കുക. ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി. ഹാർട്ട് എവിടെയാണ്? തൊറാസിക് ക്യാവിറ്റിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബിറ്റ്വീൻ ദ ലങ്സ്. ഓക്കെ, നമുക്ക് 2 ലങ്സ് ഉണ്ടല്ലേ. നമ്മുടെ 2 ശ്വാസകോശങ്ങളുടെ ഇടയിലായിട്ട് തൊറാസിക് ക്യാവിറ്റിയിലാണ് നമ്മുടെ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഹാർട്ട് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ പേരാണ് പെരികാർഡിയം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. അതാണ് പെരികാർഡിയം. ഇനി അതും പോരാഞ്ഞിട്ട്, ആ മെംബ്രെയിനും പോരാഞ്ഞിട്ട് ഹാർട്ടിന് പിന്നെയും പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ റിബ്സ് ഉണ്ട്. റിബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയല്ലുകൾ അല്ലേ. അപ്പം പെരികാർഡിയം കൊണ്ടൊരു കവറിങ് ഉണ്ട്. അതും കൂടാതെ അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് റിബ്സ് കൊണ്ടൊരു പ്രൊട്ടക്ഷനും അവർക്ക് ഉണ്ട്. ഓക്കെ,
ഇനി ദ ഹാർട്ട് ഈസ് എബൌട്ട് ദ സൈസ് ഓഫ് എ ക്ലെഞ്ച്ഡ് ഫിസ്റ്റ്. നമ്മളെപ്പോഴും പറയുന്ന അല്ലേ, ഹൃദയത്തിൻ്റെ നമ്മുടെ ഒരു ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ക്ലെഞ്ച്ഡ് ഫിസ്റ്റിന് തുല്യമാണെന്ന് നമ്മൾ പറയും. നമ്മുടെ ചുരുട്ടി പിടിച്ച മുഷ്ടിയുടെ വലിപ്പമാണ് എന്താ നമ്മുടെ ഹൃദയത്തിന് വലിപ്പം എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സൈസ് പറയുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാണ്. ഇനി ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചേംബർ. ശരിയല്ലേ? നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. 4 ചേമ്പർ ആണുള്ളത്. ഇതാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഒരു അനാട്ടമി പറയുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുക. നമുക്ക് എന്താണ് 4 ചേമ്പറുകളാണുള്ളത്. ഓക്കെ, അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഹാർട്ടിനെ 4 ചേമ്പറുകളായിട്ട് തിരിച്ചേക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മുടെ ഹാർട്ടിലൂടെ എന്താണ് അറ്റ് എ ടൈം എന്താണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും ഫ്ലോ ചെയ്യുന്നുണ്ട്, അതുപോലെ ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യാതിരിക്കാനായിട്ടാണ് നമുക്ക് നമ്മുടെ ഹാർട്ടിന് എന്താണ് ഇതുപോലെ കറക്റ്റായിട്ട് 4 ചേമ്പറുകളായിട്ട് തിരിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ 4 ചേമ്പറുകൾ ഏതാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം എന്താണ് ആദ്യം തന്നെ ഹാർട്ടിന് എന്താണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞൊരു സെപ്പറേഷൻ ഉണ്ട്. സെപ്റ്റം കൊണ്ടൊരു സെപ്പറേഷൻ ഉണ്ട്. അതിൽ റൈറ്റ് സൈഡിൽ വരുന്ന ആൾക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ചേംബർ എന്ന് പറയുന്നത് ഏതാണ്? റൈറ്റ് ഏട്രിയം ആട്ടോ. റൈറ്റ് ഏട്രിയം ഇതാണ് റൈറ്റ് ഏട്രിയം. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ തന്നെയുള്ള വേറൊരു ചേംബർ ഉണ്ട്. അതേതാണ്? റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോവാണ്. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? ഇതുപോലെ തന്നെ എന്താണ് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് അപ്പർ ചേംബർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഏട്രിയം ആണ്. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ ലോവർ ചേംബർ എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ഇങ്ങനെ 4 ചേംബറാണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിനുള്ളത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഓക്സിജനും ഉള്ള ബ്ലഡ് നമ്മുടെ ഹാർട്ടിലൂടെ പമ്പ് ചെയ്യുന്നുണ്ട്. രണ്ടും തമ്മിൽ മിക്സപ്പ് ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മുടെ ഹാർട്ടിന് കറക്റ്റായിട്ട് 4 ചേംബറുകൾ ഉള്ളത്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെ നമ്മൾ പറഞ്ഞു, ഇതിനെ 2 ഇതായിട്ട് തിരിച്ചിട്ടുണ്ടെന്നല്ലേ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെപ്റ്റം കൊണ്ടൊരു സെപ്പറേഷൻ ഉണ്ട്. സോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് റൈറ്റ് സൈഡ്, ദെൻ ഇത് ലെഫ്റ്റ് സൈഡ് അല്ലേ. അതിൽ റൈറ്റ് സൈഡിൽ കൂടെയാണ് എപ്പോഴും ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെയാണ് എപ്പോഴും എന്താണ് ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഡീ ഓക്സിജനേറ്റഡ് മീൻസ് എന്താണ്? ദാറ്റ് മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എപ്പോഴും ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ മാത്രമാണ് ഒഴുകുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി the carbon dioxide rich blood has to reach the lungs for the carbon dioxide to be removed, and the oxygenated blood from the lungs has to be brought back to the heart. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാർട്ടിലൂടെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും ഫ്ലോ ചെയ്യുന്നുണ്ട്, ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആദ്യം നമ്മുടെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന എന്താണ്? ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്. നമ്മുടെ ബോഡിയുടെ ബാക്കി പാർട്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്നു. അവിടെ തന്നെ റൈറ്റ് ചേംബറിലേക്കാണ്, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിൽ കൂടെയാണ് ആദ്യം ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ഹാർട്ടിലൂടെ അങ്ങനെ കയറി, എന്നിട്ട് ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്താലല്ലേ നമുക്ക് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കിട്ടത്തുള്ളൂ. സോ ഹാർട്ടിലൂടെ ഈ ഒരു ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലൂടെ പമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് അത് ലങ്സിലെത്തണം. ലങ്സിലെത്തിയാൽ മാത്രമേ അത് പ്യൂരിഫൈ ചെയ്യത്തുള്ളൂ. അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അപ്പോൾ അത് ഓക്സിജനേഷൻ എന്ന് പറയും. ലങ്സിൽ വെച്ച് നടക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഓക്സിജനേഷൻ എന്ന് പറയുക. അതിനുശേഷം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ റിമൂവ് ചെയ്ത പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് കിട്ടും. അതായത് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ നമുക്ക് കിട്ടും. സോ ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് പിന്നെയും നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ചേംബറിൽ കൂടിയാണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ആ ബ്ലഡ് നമ്മുടെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ചേംബറിലേക്ക് കടക്കുന്നു. അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഹാർട്ടിലൂടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നടക്കുക.
സോ ദ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഹാസ് ടു റീച്ച് ദ ലങ്സ്. നിർബന്ധമായിട്ട് എന്താണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് റൈറ്റ് ചേമ്പറിലെത്തിയ ഹാർട്ടിൻ്റെ റൈറ്റ് ചേമ്പറിലെത്തിയ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എന്താണ് ലങ്സിൽ ചെല്ലണം. എങ്കിൽ മാത്രമേ അതിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ആയിട്ട് തിരികെ കിട്ടത്തുള്ളൂ. തിരികെ നമ്മൾ അത് ഹാർട്ടിലേക്ക് തന്നെയാണ് അതിനെ റിസീവ് ചെയ്യുന്നത്. സോ ഫോർ ദ കാർബൺ ഡൈ ഓക്സൈഡ് ടു ബി റിമൂവ്ഡ്, എന്തിനു വേണ്ടിയാണ് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത്? എന്താണ് ആ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആൻഡ് ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ് ഹാസ് ടു ബി ബ്രോഡ് ബാക്ക് ടു ദ ഹാർട്ട്. എന്നിട്ട് എന്താണ് അതിനുശേഷം ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ തിരികെ നമുക്ക് ഹാർട്ടിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അവിടെ നിന്ന് ഡിഫറെൻറ്റ് ബോഡി പാർട്ടിലേക്ക് എന്താണ് ഹാർട്ടിനത് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ദിസ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഈസ് ദെൻ പംപ്ഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. അങ്ങനെ നമ്മൾ ലങ്സിലൂടെ പ്യൂരിഫൈ ചെയ്തെടുത്ത ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് നമ്മൾ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. നമ്മൾ എന്താണ് ഈ ഒരു ബ്ലഡ് സർക്കുലേഷനെ പറ്റി, ഹാർട്ടിലുള്ള ബ്ലഡ് സർക്കുലേഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ആണെങ്കിൽ എന്താണ് ഇതിനെ എന്താണ് 4 ചേമ്പറായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഹാർട്ടിനെ എന്താണ് ഇങ്ങനെ ഒരു 4 ചേമ്പറായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എന്താണ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സെപ്പറേഷൻ ഉണ്ട്, സെപ്റ്റം കൊണ്ടൊരു സെപ്പറേഷൻ ഉണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എന്താണ് റൈറ്റ് സൈഡിലെ ഏറ്റവും അപ്പർ ചേമ്പറാണ് റൈറ്റ് ഏട്രിയം. ഞാൻ ഷോർട്ടായിട്ട് RA എന്ന് എഴുതാം. ഓക്കെ, റൈറ്റ് ഏട്രിയം ആണെന്ന് ഓർക്കുക. ഇനി റൈറ്റ് സൈഡിൽ തന്നെ ലോവർ സൈഡിൽ വരുന്ന എന്താണ് റൈറ്റ് വെൻട്രിക്കിൾ ആണ്. ദെൻ പിന്നെ എന്താണ് ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഓർത്ത് വയ്ക്കുക, റൈറ്റ് സൈഡിൽ കൂടെ മാത്രമാണ് എപ്പോഴും ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, ദാറ്റ് മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഇതുപോലെ എന്താണ് ലെഫ്റ്റ് ഏട്രിയം കാണാനായിട്ട് സാധിക്കും. ലോവർ സൈഡിൽ വന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് വെൻട്രിക്കിൾസിൻ്റെയും പിന്നെ ഏട്രിയത്തെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ നോക്കാം. Ventricles have thicker muscular walls than the atria because they pump blood to the organs. Okay, അപ്പോൾ വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണ്ടു എന്താണ് റൈറ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിളും ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലും വെൻട്രിക്കിളുണ്ട്, ലെഫ്റ്റ് സൈഡിലും വെൻട്രിക്കിളുണ്ട് അല്ലേ, രണ്ട് സൈഡിലും ഉണ്ട്. ഇനി അതിൽ തന്നെ വെൻട്രിക്കിൾസ് ഹാവ് തിക്കർ മസ്കുലർ വോൾസ് ദാൻ ആട്രിയ. ഏട്രിയത്തെ വെച്ച് നോക്കുമ്പോൾ എന്താണ് വെൻട്രിക്കിൾസിനാണ് ലെഫ്റ്റ് സൈഡിലുള്ളതാണെങ്കിലും അതുപോലെ റൈറ്റ് സൈഡിലുള്ളതാണെങ്കിലും വെൻട്രിക്കിൾസിനാണ് തിക്കർ ആയിട്ടുള്ള മസ്കുലർ വോൾസ് ഉള്ളത്. ബിക്കോസ് ദേ പമ്പ് ദ ബ്ലഡ് ടു ഓർഗൻസ്. അതായത് നോക്കിയേ, ഇത് റൈറ്റ് സൈഡിലുള്ളതാണെങ്കിലും ലെഫ്റ്റ് സൈഡിലുള്ളതാണെങ്കിലും എന്താണ് ഇവിടെ നിന്ന് ബ്ലഡ് ഇപ്പോൾ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൻ്റെ കേസ് ആണെങ്കിൽ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് അത് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുക, റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ്. അതുപോലെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എന്താണ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ് അത് ഫ്ലോ ചെയ്യുക. അപ്പോൾ എന്താണ് ആ ഒരു ബ്ലഡിനെ റിസീവ് ചെയ്യുന്നവർ എന്താണ് ഈ ഒരു വെൻട്രിക്കിൾസ് ആണ്. സോ അവർക്ക് എന്താണ് തിക്കായിട്ടുള്ള മസ്കുലർ ബോൾ ആയിരിക്കും ഉള്ളത്. ഓക്കെ, ആട്രിയത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെൻട്രിക്കിൾസിനായിരിക്കും തിക്കായിട്ടുള്ള മസ്കുലർ വോൾസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വാൾവ്സ്. നമുക്ക് ഹാർട്ടിന് വാൾവുകളുണ്ട്. ഓക്കെ, ഹാർട്ടിന് വാൾവ്സ് ഉണ്ട്. അതെന്തിനു വേണ്ടിയായിരിക്കും? പ്രിവെന്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം വെൻ ദ ആട്രിയ ഓർ വെൻട്രിക്കിൾസ് കൺട്രാക്ട്. ഓക്കെ, അതായത് വാൾവ്സുകൾ മെയിനായിട്ടും ഹാർട്ടിൻ്റെ ചേമ്പറുകളുടെ ഇടയിൽ ഇങ്ങനെയുള്ള വാൾവ്സുകളുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബ്ലഡിൻ്റെ ബാക്ക്വേർഡ് ഫ്ലോയിനെ തടയാൻ വേണ്ടിയാണ്. ഓക്കെ, ഈ പടത്തിൽ നമുക്ക് പറയാം. ഇപ്പം ഇത് എന്താണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് 4 ചേമ്പറുകൾ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, റൈറ്റ് ഏട്രിയം കൊടുത്തിട്ടുണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ദെൻ ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു ഫ്ലോ വരുന്നത് എങ്ങനെയായിരിക്കും? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ എപ്പോഴും എന്താണ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് മാത്രമേ എന്താണ് ഒഴുകാവുള്ളൂ, അങ്ങനെ സംഭവിക്കാവുള്ളൂ. തിരിച്ച് ഒഴുകാൻ പാടില്ല. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒരിക്കലും എന്താണ് തിരിച്ച് റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകാനായിട്ട് പോകരുത്. സോ അതിനെ തടയാൻ വേണ്ടി എന്താണ് അവിടെ അവർക്ക് എന്താണ് വാൽവുകളുണ്ട്. ഓക്കെ, അതുപോലെ എന്താണ് ഇവിടെ പല സ്ഥലത്തായിട്ട് നമുക്ക് പല വാൽവുകളുണ്ട്. അത് മെയിനായിട്ടും എന്തിനു വേണ്ടിയാണ്? ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ദ ബ്ലഡ്. അപ്പോൾ നോർമലി അത് ഫ്ലോ ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ട്. അതല്ലാതെ തിരികെ ഒഴുകാനായിട്ട് സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹാർട്ടിന് എന്താണ് വാൽവ്സുകൾ ഉള്ളത്. ഓക്കെ, the right and left sides of the heart are separated to prevent the mixing of oxygenated and deoxygenated blood. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. അതായത് എന്താണ് നമ്മുടെ ഹാർട്ടിനെ തന്നെ എന്താണ് ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സെപ്റ്റം കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൻ്റെയും അതുപോലെ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൻ്റെയും മിക്സിങ് നടക്കാതിരിക്കാൻ വേണ്ടി എന്താണ് കറക്റ്റായിട്ട് ഇവരെ 2 ചേമ്പറുകളായിട്ട് 2 സെപ്റ്റമായിട്ട് ഒരു സെപ്റ്റം കൊണ്ട് 2 ചേമ്പറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ,
ദിസ് എൻഷ്യൂർസ് ആൻഡ് എഫിഷ്യൻറ്റ് ഓക്സിജൻ സപ്ലൈ ടു ദ ബോഡി. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ 4 ചേമ്പറുകളായിട്ട് തിരിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മിക്സിങ്, ബ്ലഡിൻ്റെ മിക്സിങ് വരാതെ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും എന്താണ് ബ്ലഡ് എത്താനായിട്ട്, ബ്ലഡ് എത്തുക. ദാറ്റ് മീൻസ് എന്താണ്, അതിൻ്റെ ഫലമായിട്ട് എന്താണ് ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ എത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പം നമുക്ക് വാൾവ്സിനെ പറ്റി പറഞ്ഞല്ലേ. അതായത് ഹാർട്ടിന് വാൾവ്സ് ഉണ്ട്. പ്രധാനമായിട്ടും 4 വാൾവ്സ് ആയിരിക്കും നമുക്ക് എന്താണ് ഹാർട്ടിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, 4 വാൾവ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് വൺ, ദെൻ സെക്കൻഡ് വൺ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. അങ്ങനെ നമുക്ക് 4 വാൾവ്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കി വെക്കുക. നമ്മൾ അതിന് ശേഷം നമുക്ക് എന്താണ് ബ്ലഡ് സർക്കുലേഷനെ പറ്റി നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പടത്തിൽ നിങ്ങൾ ജസ്റ്റ് എന്താണ് വാൾവ്സ് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാൾവ് അത് ഏത് വാൾവാണ്? ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ, ട്രൈകസ്പിഡ് വാൾവ് അതെവിടെയാണ്? അതിൻ്റെ പൊസിഷൻ ഒന്ന് നോക്കിക്കേ. ഈ ഒരു ഷേപ്പിൽ കൊടുത്തിരിക്കുന്നതാണ് വാൾവ്സിനെ കാണിച്ചിരിക്കുക. അങ്ങനെ 4 വാൾവ്സ് ആണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ, അതിൻ്റെ പൊസിഷൻ നോക്കിക്കേ. യെസ്, റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ കാണുന്ന വാൽവാണ് ഫസ്റ്റ് വാൽവ്. ഏത് വാൽവാണത്? അതിൻ്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, ട്രൈകസ്പിഡ് വാൽവ്. അപ്പം റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ കാണുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, ഇനി അടുത്ത വാൽവ് നോക്കിയേ. ഈ വാൽവ് നോക്കിയേ, ഇതേതാണ്? ഇത് ഏതിൻ്റെ ഇടയ്ക്കാണ് നോക്കിക്കേ? റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും നോക്കിക്കേ പൾമിനറി ആർട്ടറിയുടെയും ഇടയിലുള്ള വാൽവാണ്. ഏത് വാൽവ്? ഈ വാൽവിൻ്റെ പേരെന്താണ്? പൾമിനറി വാൽവ്. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇത് പൾമിനറി ആർട്ടറിയിലേക്ക് ഫ്ലോ ചെയ്യുന്ന, ഇവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പൾമിനറി ആർട്ടറിയിലേക്കാണ് ഫ്ലോ ചെയ്യുക. പൾമിനറി ആർട്ടറിയിലൂടെ കടന്നാണ് നമ്മുടെ ലങ്സിലെത്തിയിട്ടാണ് ഇത് പ്യൂരിഫൈ ചെയ്യുക. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് പൊസിഷൻ മാത്രം നോക്കുക. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും പൾമിനറി ആർട്ടറിയുടെയും ഇടയിലുള്ള വാൽവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൾമിനറി വാൽവ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. പൾമിനറി ആർട്ടറിയിലേക്ക് പോകുന്നതല്ലേ, സോ അവിടെയുള്ളത് പൾമിനറി വാൽവാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് വാൽവ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വാൽവ് നോക്കിക്കേ. തേർഡ് വാൽവ് ഇതാണ്, നോക്കിക്കേ. ഇതിൻ്റെ പൊസിഷൻ നോക്കിക്കേ. ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും പിന്നെ എന്താണ്, ഇവിടെ ഒരു ട്യൂബ് കാണത്തില്ലേ, അതേതാണ്? അയോട്ട. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും പിന്നെ അയോട്ടയുടെയും ഇടയിലുള്ള വാൽവിനെയാണ് നമ്മൾ അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും അയോട്ടയുടെയും ഇടയിലുള്ള വാൽവിനെയാണ് നമ്മൾ അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത്. ഇനി ഒരു വാൽവ് കൂടിയുണ്ട്, ഫോർത്ത് വൺ. അതേതാണ്? നോക്കിക്കേ, ഈ വാൽവ്. അത് നോക്കിക്കേ, അത് ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവാണ്. ഏതാണ്? മിട്രൽ വാൽവ്, അല്ലെങ്കിൽ നമ്മളതിനെ ബൈകസ്പിഡ് വാൽവ് എന്നും കൂടെ വിളിക്കും. അതുകൂടെ ആ പേരൂടെ പഠിച്ചു കേട്ടോ, ബൈകസ്പിഡ്. ഇതിനെ നമുക്ക് ബൈകസ്പിഡ് വാൽവ് എന്നും വിളിക്കാം. ബൈകസ്പിഡ് വാൽവ്, ഈ ഒരു പേര് കൂടെ പഠിച്ചു കേട്ടോ. അപ്പം ബൈകസ്പിഡ് വാൽവ്, മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന് 4 വാൽവ്സുകളാണുള്ളത്. ഈ വാൽവ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡിന്റെ ബാക്ക്വേർഡ് ഫ്ലോനെ തടയാൻ വേണ്ടിയാണ് എന്താണ് നമുക്ക് വാൽവ്സുകൾ ഉള്ളത്. അതിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കി വെക്കുക. കാരണം അത് ചോദിക്കാം, ഈ എന്താണ് റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൽവ് ഏതാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. സോ അത് കറക്റ്റായിട്ട് നിങ്ങൾ പൊസിഷൻ പഠിച്ചു വെക്കുക. ഒന്നുകൂടെ പറയാം, എന്താണ് റൈറ്റ് ഏട്രിയത്തിന്റെയും അതുപോലെ റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, ഇനി നോക്കിക്കേ, റൈറ്റ് വെൻട്രിക്കിളിന്റെയും അതുപോലെ പൾമിനറി ആർട്ടറിയുടെയും ഇടയിലുള്ള വാൽവാണ് ഈ വാൽവ്. അതേതാണ്? പൾമിനറി വാൽവ്. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് വാൽവ്. ഇനി നോക്കിക്കേ, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും പിന്നെ നോക്കിക്കേ ഈ അയോട്ടയുടെയും ഇടയിലുള്ള വാൽവാണ് എന്ത്? അയോട്ടിക് വാൽവ്. ഓക്കെ, പിന്നെ നോക്കിക്കേ, ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവാണ് മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്ടേ. കൺഫ്യൂഷൻ ആയോ? ഓക്കെ, അപ്പോൾ എന്താണ്? ഇതാണ് വാൽവുകൾ. വാൽവിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പാർട്ടിലേക്ക് കടക്കുക. നമ്മൾ ഹാർട്ടിലൂടെ എങ്ങനെയാണ് ബ്ലഡിൻ്റെ സർക്കുലേഷൻ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പോവുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ഓർഡർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എന്താണ് നല്ലതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ഹാർട്ടിൽ കൂടെ നമ്മൾ പറഞ്ഞു ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും അതുപോലെ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും അതിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സർക്കുലേഷൻ നടക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ ഒരു ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പാർട്സുകളാണ് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പാർട്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് ആദ്യം ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ബ്ലഡാണ് ആദ്യം ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യപ്പെടുക. സോ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന്, അതായത് നമ്മുടെ ബോഡിക്ക് അപ്പർ പാർട്ടും ഉണ്ട് ലോവർ പാർട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ അപ്പർ പാർട്ട്, അതായത് നമ്മുടെ ഹെഡ്, ബ്രെയിന്, ആ ഒരു പാർട്ടിൽ നിന്നൊക്കെയുള്ള ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഈ സുപ്പീരിയർ വീനക്കാവ എന്ന് പറയുന്ന ഈ ട്യൂബിലൂടെയാണ് എങ്ങോട്ടേക്ക് വരിക നോക്കിക്കേ, നമ്മുടെ ഹാർട്ടിന്റെ ഫസ്റ്റ് ചേംബർ ആയിട്ടുള്ള റൈറ്റ് ഇങ്ങോട്ടേക്ക് വരിക, റൈറ്റ് ഏട്രിയത്തിലേക്ക് വരിക. അപ്പോൾ സുപ്പീരിയർ വീനക്കാവ് വഴി നമ്മുടെ ബോഡിയുടെ അപ്പർ പാർട്ടിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വന്നിട്ട് എങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യും, ഇവിടെ വന്ന് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ വന്നിട്ട് ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ലോവർ പാർട്ടും ഉണ്ടല്ലോ, ആ ലോവർ പാർട്ടിൽ നിന്ന് ഇൻഫീരിയർ വീനക്കാവ് വഴി അറ്റ് ദ സെയിം ടൈം തന്നെ ഇൻഫീരിയർ വീനക്കാവ് വഴി ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും എങ്ങോട്ടേക്ക് ചെല്ലുന്നു, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് തന്നെ ചെല്ലുന്നു. ഓക്കെ, അപ്പം മനസ്സിലായോ? ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ബോഡിയുടെ അപ്പർ പാർട്ടിൽ നിന്ന് സുപ്പീരിയർ വീനക്കാവ് വഴി റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു, ഇവിടെ വന്ന് ഫില്ല് ചെയ്യുന്നു. അതുപോലെ ഇൻഫീരിയർ വീനക്കാവ് വഴി നമ്മുടെ ബോഡിയുടെ ലോവർ പാർട്ടിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും എങ്ങോട്ടേക്ക് ചെല്ലുന്നു, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലെത്തി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹാർട്ടിന്റെ ഫസ്റ്റ് ചേംബറിൽ വന്നിട്ട് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വന്നിട്ട് അങ്ങ് ഫില്ലായി. ഓക്കെ, അപ്പം റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ പറഞ്ഞു ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇനി അത് വന്നിട്ട് ഫില്ലായി. ഇനി നമ്മൾ പറഞ്ഞു റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ നമുക്ക് വാൽവ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏത് വാൽവായിരുന്നു? ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വീനക്കാവയിൽ നിന്ന്, സുപ്പീരിയർ വീനക്കാവയിൽ നിന്നും ഇൻഫീരിയർ വീനക്കാവയിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വന്നിട്ട് ഇവിടെ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, അതായത് റൈറ്റ് ഏട്രിയത്തിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വാൽവ് അങ്ങ് ഓപ്പൺ ആവും. ട്രൈകസ്പിഡ് വാൽവ് വന്നിട്ട് അത് ഓപ്പൺ ആകും. അതിന്റെ ഫലമായിട്ട് ഈ ബ്ലഡ് എങ്ങോട്ടേക്ക് ചെല്ലും? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നിട്ട് ഫ്ലോ ചെയ്യും. ഈ വാൽവിലൂടെ ഇവിടെ വന്നിട്ട് ഈ ബ്ലഡ് എല്ലാം കൂടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്, അത് മാറിപ്പോലെ. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ എത്തുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് വാൽവ്. ഇപ്പോൾ ഈ ബ്ലഡ് എല്ലാം ഇങ്ങോട്ട് ഫ്ലോ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഈ വാൽവ് ക്ലോസ് ആകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്വേർഡ് ഫ്ലോ നടക്കും. സോ അപ്പോൾ തന്നെ ഈ ഒരു ട്രൈകസ്പിഡ് വാൽവ് വന്നിട്ട് അത് ക്ലോസ് ആകുന്നു. ഇനി നോക്കിക്കേ, ഈ ആരോ മാർക്ക് എങ്ങോട്ടേക്ക് കാണിച്ചിരിക്കുന്നതെന്ന്, റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് ഈ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫൈ ചെയ്യാനതിന് വേണ്ടി ഇത് നോക്കിക്കേ, ഈ ട്യൂബ് വഴി, ഈ ട്യൂബ് ഏതാണ്? ഇത് വന്നിട്ട് പൾമിനറി ആർട്ടറിയാണ്. നോക്കിക്കേ, പൾമിനറി ആർട്ടറിയാണ്. ഈ പൾമിനറി ആർട്ടറി വഴി ഈ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ പോവാണ്. എവിടോട്ട് പോയിട്ടാണ് ഇത് പ്യൂരിഫൈ ചെയ്യുക? അതിന് നമുക്ക് അതിന് വേണ്ട ഓർഗൻ ഏതാണ്? നമുക്ക് ലങ്സ് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ലങ്സിൽ വന്നിട്ടാണ് ഇത് പ്യൂരിഫൈ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ലങ്സ് വേണം. അപ്പോൾ നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ഒരു ട്യൂബ്, ഇതാണ് പൾമിനറി ആർട്ടറി എന്ന് പറയുന്നത്. പൾമിനറി ആർട്ടറിയിൽ കൂടിയാണ് എങ്ങോട്ടേക്ക് എത്തുക? നമ്മുടെ ലങ്സിലെത്തുക. ഓക്കെ, അതെന്തിനു വേണ്ടിയാണ്? പ്യൂരിഫൈ ചെയ്യാനല്ലേ. കാരണം ഈ റൈറ്റ് സൈഡിൽ കൂടെ ഒഴുകിയത് മൊത്തം ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്. സോ അവിടെ നിന്ന് അതിൻ്റെ അകത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തിട്ട് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ മാത്രം കിട്ടാൻ വേണ്ടി ലങ്സിലേക്ക് പോയി. സോ അവിടെ വെച്ച് ഓക്സിജനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്ത് ഓക്സിജൻ മാത്രമുള്ള ബ്ലഡിനെ മാത്രമായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇത് തിരിച്ച് ഒരു തവണ അപ്പോൾ ഹാർട്ടിന്റെ ചേമ്പറിൽ കൂടെ കയറി ഇറങ്ങി അല്ലേ, ഒരു തവണ ഹാർട്ടിന്റെ റൈറ്റ് ചേമ്പറിൽ കൂടെ മാത്രം ബ്ലഡ് കയറി ഇറങ്ങി. അത് ഏത് ടൈപ്പ് ഓഫ് ബ്ലഡ് ആയിരുന്നു? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് മാത്രം കയറി ഇറങ്ങി. ഓക്കെ, എന്നിട്ട് ലങ്സിലെത്തി
പ്യൂരിഫൈ ചെയ്തു. ഇനി എന്താണ്, തിരിച്ച് ഹാർട്ടിലേക്ക് വന്നാലല്ലേ അത് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് നമുക്ക് അതിനെ പമ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ലങ്സിൽ വെച്ച് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ചെന്താണ്, പൾമിനറി വെയിൻ വഴിയാണ് തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് കയറുക. ഓക്കെ, ഈ പൾമിനറി വെയിൻ വഴി ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എങ്ങോട്ടേക്ക് വരുന്നു, ആദ്യം ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് അത് ഫില്ലായി കഴിയുമ്പോൾ, ലെഫ്റ്റ് ഏട്രിയം വന്നിട്ട് ഫില്ലായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫില്ലായി കഴിയുമ്പോൾ അവിടെ ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ ഒരു വാൽവ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. ആ വാൽവ് അങ്ങ് ഓപ്പൺ ആവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെയുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം കൂടെ വന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്ന് നിറയുന്നു. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്ന് നിറയും. അപ്പോൾ നമ്മുടെ ഹാർട്ട് ചേമ്പറിൽ എല്ലാ ചേമ്പറിൽ കൂടി ഇത് ഇങ്ങനെ കറങ്ങി വന്നല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓപ്പൺ ആയിരിക്കുന്ന ഇവിടെ ഒരു വാൽവ് ഉണ്ടല്ലേ, അയോട്ടിക് വാൽവ്. അതെന്താണ്, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും അതുപോലെ അയോട്ടയുടെയും ഇടയിലുള്ള വാൽവാണ്. സോ ഇവിടെ ബ്ലഡ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഈ വാൽവ് ഓപ്പൺ ആവും. അയോട്ടിക് വാൽവ് ഓപ്പൺ ആയിട്ട് എന്താണ്, ഈ ബ്ലഡ് എല്ലാം ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എല്ലാം എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും നോക്കിക്കേ, ഈ അയോട്ടയിലേക്ക് ചെല്ലും. ഈ അയോട്ടയിൽ ചെന്നിട്ടാണ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും മിക്സിങ് സംഭവിക്കാതെ എങ്ങനെയാണ് ഹാർട്ടിൻ്റെ എല്ലാ ചേമ്പറിലൂടെയും കടന്നു പോകുന്നതെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മൾ ഇനി ബ്ലഡ് സർക്കുലേഷനാണ് നോക്കാൻ പോകുന്നത്. ഹാർട്ടിലൂടെയുള്ളത്, ഹാർട്ടിന് 4 ചേമ്പറുകളാണുള്ളത്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതിനിടയിലായിട്ട് 4 വാൽവുകൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആദ്യം ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡിയുടെ അപ്പർ റീജിയനിൽ നിന്ന്, അപ്പർ പാർട്ടിൽ നിന്ന്, ഹെഡിൽ നിന്നും ബ്രെയിനിൽ നിന്നൊക്കെയുള്ള ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സുപ്പീരിയർ വീനക്കാവ് വഴി എന്താണ്, റൈറ്റ് ഏട്രിയത്തിലോട്ട് ആദ്യം ചെല്ലുന്നു. അതുപോലെ തന്നെ എന്താണ്, ബോഡിയുടെ ലോവർ പാർട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡും എങ്ങോട്ടേക്ക് ചെല്ലുന്നു, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഈ റൈറ്റ് ഏട്രിയത്തിൽ ഈ ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫില്ലായി കഴിയുമ്പോൾ ഇതിനിടയിലുള്ള റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ആയിട്ട് ഇവരെന്താണ്, ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു. എന്നിട്ട് ഇവരിത് നിറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലേ. സോ ഇവരെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഇവര് പൾമിനറി വെയിനിലേക്ക് പോകും. പൾമിനറി ആർട്ടറിയിലേക്ക് പോകും. അപ്പോൾ ഇവരുടെ ഇടയിൽ എന്താണ്, ഏത് വാൽവാ ഉള്ളത്, പൾമിനറി വാൽവ്. ഈ റൈറ്റ് വെൻട്രിക്കിൾ നിറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, ഈ പൾമിനറി വാൽവ് ഓപ്പൺ ആവുന്നു. എന്നിട്ട് എന്താണ്, പൾമിനറി വാൽവ് വഴിയായിട്ട് പൾമിനറി ആർട്ടറിയിലൂടെ ഈ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് എന്താണ്, നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നു. ഓക്കെ, നമ്മുടെ ലങ്സിലെത്തുന്നു. അവിടെ ചെന്നിട്ട് എന്താണ്, ഓക്സിജനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്ന് നമ്മുടെ ആ ഒരു ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് എന്താണ്, നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള ബ്ലഡ്, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ കിട്ടുന്നു. അത് നമ്മുടെ പൾമിനറി വെയിൻ ആണ് അതിനെ റിസീവ് ചെയ്ത് എങ്ങോട്ടേക്ക്, പൾമിനറി വെയിൻ ആണ് അതിനെ എന്താണ്, നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താണ്, ഇത്രയും നേരം ഒഴുകിക്കൊണ്ടിരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് റൈറ്റ് സൈഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇനി ലങ്സിൽ കയറി ഇറങ്ങിയപ്പോൾ തൊട്ട് അവർ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിട്ട് മാറി. സോ എന്താണ്, പൾമിനറി വെയിൻ അവരെ ലെഫ്റ്റ് ഏട്രിയത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്. അത് ഫില്ലായി കഴിയുമ്പം അതിനിടയിലുള്ള ലെഫ്റ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് അത് ഓപ്പൺ ആയിട്ട് എന്താണ്, അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ വന്നത് ഫില്ലാവുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താണ്, ഈ ഒരു ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും അയോട്ടയുടെയും ഇടയിലുള്ള അയോട്ടിക് വാൽവ് ഓപ്പൺ ആയിട്ട് ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അയോട്ടയിലൂടെ കടന്ന് എന്താണ്, ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കി ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് എന്താണ്, കറക്റ്റായിട്ട് ഈ ഒരു കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ഭാഗത്ത്? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ഇടാവോ? ചിലർക്ക് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും. കുറച്ച് തവണ നമ്മൾ ഇതുപോലെ ഈ ഒരു പടം വെച്ച് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ലങ്സ് എൻറ്റേഴ്സ് ദ ലെഫ്റ്റ് ഏട്രിയം അപ്പർ ലെഫ്റ്റ് ചേംബർ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എന്താണ് ആദ്യം എങ്ങോട്ടേക്കാണ് ചെല്ലുക? ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് ചെല്ലുക. ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലെഫ്റ്റ് ചേംബറാണ്. ലെഫ്റ്റിലെ ഏറ്റവും അപ്പർ ചേംബറാണ് ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുക. ഇനി ദ ലെഫ്റ്റ് ഏട്രിയം റിലാക്സസ് ടു കളക്ട് ദ ബ്ലഡ് ആൻഡ് ദെൻ കൺട്രാക്ട് ടു പുഷ് ദ ബ്ലഡ് ഇൻ ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പം എന്താണ് ഈ ലെഫ്റ്റ് ഏട്രിയം എന്താണ് റിലാക്സ് ചെയ്തിരിക്കുന്ന പൊസിഷൻ, ആ ഒരു റിലാക്സ്ഡ് സ്റ്റേജിലാണ് അവരിലേക്ക് ബ്ലഡ് എത്തുക. പിന്നെ ഈ ഒരു ലെഫ്റ്റ് ഏട്രിയം ബ്ലഡ് ഒക്കെ വന്ന് നിറഞ്ഞ് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ടു പമ്പ് ദ ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ ബോഡി. ഇനി എന്താണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ബ്ലഡ് എല്ലാം വന്ന് നിറഞ്ഞിട്ട് എന്താണ് അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ അത് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എന്താണ് ഈ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് പമ്പ് ചെയ്യുന്നത്. ഇനി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ബോഡി എൻറ്റേഴ്സ് ദ റൈറ്റ് ഏട്രിയം അപ്പർ റൈറ്റ് ചേംബർ. ഓക്കെ, ഇനി ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിന്റെ കേസ് ആണെങ്കിലോ അവർ ആദ്യം വന്ന് നിറയുന്നത് റൈറ്റ് ഏട്രിയത്തിലാണ്. റൈറ്റ് ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് ആ ബ്ലഡ് എല്ലാം കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എല്ലാം കൂടെ എന്താണ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അത് എങ്ങോട്ടേക്ക് പോവുക? ലങ്സിലേക്ക് പോവുക. സോ ലങ്സ് ബ്ലഡ് ടു ദ ലങ്സ് ഫോർ ദ ഓക്സിജനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഹ്യൂമൻസിന് മാത്രമേ ഉള്ളൂ ഹാർട്ട്? മറ്റു ഓർഗനിസത്തിനൊക്കെ ഹാർട്ട് ഉണ്ടോ? മറ്റാൾക്കാർക്കും ഉണ്ടല്ലേ, മറ്റ് ഓർഗനിസത്തിനും എന്താണ് ഹാർട്ട് ഉണ്ട്. അത് നിങ്ങൾ കുറച്ച് പേരുടെ ഹാർട്ട് ചേംബറിനെ പറ്റി കുറച്ചൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഫിഷ്. ഓക്കെ, ഫിഷിന്റെ കേസിൽ എന്താണ് അവർക്ക് 2 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണുള്ളത്. നമുക്ക് എത്രയാണ്? 4 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണുള്ളത്. പക്ഷെ എന്താണ് ഫിഷിന്റെ കേസിൽ വന്നിട്ട് അവർക്ക് എത്രയാണ്? 2 ചേംബേർഡ് ഹാർട്ടാണുള്ളത്. ഓക്കെ, ഇവർക്ക് എന്താണ് 2 ചേംബേർഡ് ഹാർട്ടാണുള്ളത്. ഇനി നോക്കിക്കേ, ഫ്രോഗിനാണെങ്കിലോ ഫ്രോഗിന് 3 ചേംബേർഡ് ഹാർട്ടാണുള്ളത്. ഫ്രോഗിന് 3 ചേംബേർഡ് ഹാർട്ടാണ്. റെപ്റ്റൈൽസ് എല്ലാവർക്കും എന്താണ് 3 ചേംബേർഡ് ആണ്. അതിലൊരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. കൊക്രോഡൈൽസ് ഒഴിച്ച് ബാക്കി എല്ലാ റെപ്റ്റൈൽസിനും എന്താണ് 3 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണുള്ളത്. പിന്നെ ആംഫിബിയൻസ്, ഫ്രോഗ് ഒക്കെ വരുന്നത് ആംഫിബിയൻസിലാണ് അല്ലേ, അവർക്ക് 3 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണുള്ളത്. പക്ഷെ നോക്കിക്കേ, ബേർഡ്സിന്റെ കേസിൽ അവർക്ക് എന്താണ് 4 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണുള്ളത്. മാമൽസിനും എന്താണ് 4 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരുടെയും എങ്കിലും നിങ്ങൾ എന്താണ് ഹാർട്ടിന്റെ ചേംബറുകൾ എത്രയുണ്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം. Okay, birds and mammals have a 4-chambered heart because they need high energy to maintain body temperature. അതായത് ബേർഡ്സിനും പിന്നെ എന്താണ് ബേർഡ്സിനും മാമൽസിനും 4 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ് അവർക്ക് ദേ നീഡ് ഹൈ എനർജി ടു മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ. അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് ഹൈ എനർജി വേണം. ഹൈ എനർജി കിട്ടണമെങ്കിൽ എന്താണ് നമുക്ക് നല്ലതായിട്ട് ഓക്സിജൻ സപ്ലൈ ഉണ്ടായിരിക്കണം, അതുപോലെ നമ്മുടെ ബ്ലഡിലൂടെ നല്ലതായിട്ട് ന്യൂട്രിയൻസും കിട്ടണം. സോ അതിന് വേണ്ടിയാണ് അവർക്ക് എന്താണ് 4 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ട് ഉള്ളത്. ഇനി ആംഫിബിയൻസിനും റെപ്റ്റൈൽസിനും എക്സെപ്ഷൻ നോക്കി വെക്കുക. നിങ്ങളെ എന്താണ് കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൊക്രോഡൈൽസ്, അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എന്താണ് റെപ്റ്റൈൽസിന് എല്ലാവർക്കും 3 ചേംബേർഡ് ആണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ കൊക്രോഡൈൽസിന് മാത്രം, ഒരാൾക്ക് മാത്രം എക്സെപ്ഷൻ ഉണ്ട്. കൊക്രോഡൈൽസിന് മാത്രം എന്താണ് 4 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ്. ബാക്കി എല്ലാ റെപ്റ്റൈൽസിനും എന്താണ് 3 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ്. ഹാവ് എ 3 ചേംബേർഡ് ഹാർട്ട് അലോവിങ് സം മിക്സിംഗ് ഓഫ് ദ ബ്ലഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോലെ കറക്റ്റായിട്ട് 4 ചേംബർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും അതുപോലെ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യാതിരിക്കത്തുള്ളൂ. പക്ഷേ ഇവർക്ക് 3 ചേംബർ ആയപ്പോഴേക്കും എന്താണ് ഇവർക്ക് ചെറിയ രീതിയിലുള്ള മിക്സിങ് നടക്കുന്നുണ്ട്. ഇനി ഫിഷസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ, ഫിഷസിന് എന്താണ് 2 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ്. ഫിഷസിന് വന്നിട്ട് 2 ചേംബേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ്. ആൻഡ് ദ ബ്ലഡ് ഈസ് ഓക്സിജനേറ്റഡ് ഇൻ ദ ഗിൽസ് ബിഫോർ ഡയറക്ട്ലി റീച്ചിങ് ദ ബോഡി. അപ്പം അവരുടെ കേസിൽ 2 ചേംബേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും എങ്ങനെ ഇവരുടെ ഓക്സിജനേറ്റഡ് ബ്ലഡും അതുപോലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡും എങ്ങനെ ഇവരുടെ കേസിൽ എങ്ങനെ പമ്പ് ചെയ്യും നമുക്കൊരു ഡൗട്ട് വരും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിഷസിന്റെ കേസിൽ എന്താണ് 2 ചേംബേർഡ് ഹാർട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫിഷസിന്റെ കേസിൽ നടക്കുന്ന സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവർക്ക് നോക്കിക്കേ സിംഗിൾ സർക്കുലേഷൻ ആണ്. ഓക്കെ, സിംഗിൾ സർക്കുലേഷൻ കാണിക്കുന്ന ഓർഗനിസംസും ഉണ്ട്, ഡബിൾ സർക്കുലേഷൻ കാണിക്കുന്ന ഓർഗനിസംസും ഉണ്ട്. അതിൽ ഹ്യൂമൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഡബിൾ സർക്കുലേഷൻ ആണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഫിഷസിന്റെ കേസിൽ അവർക്ക് ഇങ്ങനെയുള്ള സിംഗിൾ സർക്കുലേഷൻ ആണുള്ളത്, സിംഗിൾ സർക്കുലേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്
സിംഗിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ഫിഷസ് ബ്ലഡ് പാസസ് ത്രൂ ദ ഹാർട്ട് വൺസ് പെർ സൈക്കിൾ. സിംഗിൾ സർക്കുലേഷനിൽ ഹാർട്ടിലൂടെ ഒരു സൈക്കിൾ നടക്കുമ്പോൾ ഹാർട്ടിലൂടെ ഒറ്റ തവണ മാത്രമേ ബ്ലഡ് പമ്പ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുന്ന സർക്കുലേഷനെയാണ് നമ്മൾ സിംഗിൾ സർക്കുലേഷൻ എന്ന് പറയുക. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടുള്ള ഫിഷസിലൊക്കെയാണ്. ഓക്കെ, അതായത് എന്താണ് ഇപ്പം എന്താണ് നമ്മുടെ ഫിഷസിൻ്റെ കേസിൽ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അവരുടെ ബോഡിയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് ടിഷ്യൂസ് വഴി ക്യാപ്പിലറീസ് ഒക്കെ വഴിയായിട്ട് എന്താണ് അവരുടെ ഹാർട്ടിലേക്ക് കടക്കുന്നു. ഓക്കെ, അവരുടെ ഹാർട്ടിലേക്ക് കടക്കുന്നു. അപ്പോൾ എന്താണ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആട്ടോ ഒഴുകുന്നത്. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അവരുടെ ഹാർട്ടിലൂടെ ഒരു തവണ ഇങ്ങനെ പമ്പ് ചെയ്ത് പോയിട്ട് അത് എങ്ങോട്ടേക്കാണ് എത്തുക, അവരുടെ ഗിൽസിലെത്തുന്നു. ഓക്കെ, ഗിൽ ക്യാപ്പിലറീസിലെത്തുന്നു. ഇവിടെ വെച്ച് ഈ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്താണ് പ്യൂരിഫൈ ചെയ്യുന്നു. നമ്മുടെ ലങ്സ് ചെയ്യുന്ന പർപ്പസ് എന്താണ്, ഫിഷസിന്റെ കേസിൽ എന്താണ് ഗിൽസിൽ വെച്ചാണ് നടക്കുക. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത് അവരുടെ ഗിൽസിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഗിൽസിൽ വെച്ച് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് പിന്നീട് നമ്മുടെ പോലെ എന്താണ് അവർക്ക് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഗിൽസിൽ വെച്ച് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ്, അതായത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്താണ് ഗിൽസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ബോഡി ടിഷ്യൂസിലേക്ക് പോവുക ചെയ്യുക. പിന്നെയും തിരിച്ചെന്താണ് ഹാർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് ഇവർക്ക് സിംഗിൾ സർക്കുലേഷൻ ആണ് ഉള്ളതെന്ന് പറയുന്നത്. സോ എന്താണ് ഒരു സർക്കുലേഷൻ നടക്കുമ്പോൾ ഒറ്റ തവണ മാത്രമേ ഹാർട്ടിലൂടെ ബ്ലഡ് പമ്പ് ചെയ്ത് പോകുന്നുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ സർക്കുലേഷൻ എന്ന് പറയും. എന്നാൽ ഒരു സൈക്കിൾ നടക്കുമ്പോൾ 2 തവണ ഹാർട്ടിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ 2 തവണ ആയിട്ട് പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയും. അതാണ് നമുക്ക് ഹ്യൂമൻസിന്റെ കേസിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഫിഷസിന്റെ കാര്യം ഓർക്കുക, അവർക്ക് സിംഗിൾ സർക്കുലേഷൻ ആണ്. ഒറ്റ തവണ മാത്രമേ അവരുടെ ഹാർട്ടിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നുള്ളൂ ഒരു സൈക്കിൾ നടക്കുമ്പോൾ. അത് തന്നെ എന്താണ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് അവരുടെ ബോഡി ടിഷ്യൂസിൽ നിന്ന് ഹാർട്ടിലൂടെ ഫസ്റ്റ് ഒരു തവണ പമ്പ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് അവരുടെ ഗിൽസിൽ ചെന്നിട്ട് ഓക്സിജനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അവരുടെ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഒക്കെ റിമൂവ് ചെയ്യുന്നത് എന്താണ് ഫിഷസിന്റെ കേസിൽ അവരുടെ ഗിൽസിൽ വെച്ചാണ്. ഓക്കെ, എന്നിട്ട് എന്താണ് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല. തിരിച്ചെന്താണ് അവരുടെ പല ബോഡി ടിഷ്യൂസിലേക്ക് അവിടെ നിന്നാണ് പോവുക. സോ ഫിഷസ് കാണിക്കുന്നത് സിംഗിൾ സർക്കുലേഷൻ ആണ്. Okay, fishes have a 2-chambered heart and the blood is oxygenated in the gills. Gillsil വെച്ചാണ് ഓക്സിജനേറ്റ് ചെയ്യുന്നത് before directly reaching the body. Okay, അത് ക്ലിയർ ആയോ? ഇനി ഇൻ ഫിഷസ് ബ്ലഡ് പാസസ് ത്രൂ ദ ഹാർട്ട് വൺസ് പെർ സൈക്കിൾ. അത് ഓർത്ത് വയ്ക്കുക, ഹാർട്ടിലൂടെ ഒരു തവണ മാത്രമേ പമ്പ് ചെയ്യുന്നുള്ളൂ. സോ അവരെ സിംഗിൾ സർക്കുലേഷൻ ആണ് അവർ കാണിക്കുന്നത്. ഇനി ഹ്യൂമൻസിന്റെ കേസിലാണ് ഡബിൾ സർക്കുലേഷൻ ഉള്ളത്. ഇൻ അതർ വെർട്ടിബ്രേറ്റ്സ് 4 ചേമ്പേർഡ് ഹാർട്ടുള്ള എല്ലാവരും കാണിക്കുന്നത് എന്താണ് ഡബിൾ സർക്കുലേഷൻ ആണ്. ബ്ലഡ് പാസസ് ത്രൂ ദ ഹാർട്ട് ട്വൈസ് പെർ സൈക്കിൾ. ഒരു സൈക്കിൾ നടക്കുമ്പോൾ തന്നെ 2 തവണ ഹാർട്ടിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. അത് ശരിയല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ബ്ലഡ് സർക്കുലേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതായത് നമ്മുടെ ഹ്യൂമൻസിന്റെ കേസിൽ ഡബിൾ സർക്കുലേഷൻ ആണ്. 4 ചേമ്പേർഡ് ഹാർട്ടുള്ളവർക്കെല്ലാം ഡബിൾ സർക്കുലേഷൻ ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ആദ്യം എന്താണ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്താണ് നമ്മുടെ വീനക്കാവ് വഴി നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വീനക്കാവ, 2 ടൈപ്പ് ഓഫ് വീനക്കാവയുണ്ട് അല്ലേ, സുപ്പീരിയർ വീനക്കാവയുണ്ട്, ഇൻഫീരിയർ വീനക്കാവയുണ്ട്. ആ വീനക്കാവയിലൂടെ എന്താണ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക്, റൈറ്റ് ചേമ്പറിലോട്ട് ആദ്യം ചെല്ലുന്നു. ഓക്കെ, ഹാർട്ടിന്റെ റൈറ്റ് ചേമ്പറിലോട്ട് ചെല്ലുന്നു. നോക്കിക്കേ, എന്നിട്ട് റൈറ്റ് ആർട്ടറിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അതെങ്ങോട്ടേക്കാണ് നോക്കിക്കേ, പൾമിനറി ആർട്ടറി വഴി അത് ലങ്സിലേക്ക് പോകുന്നു പ്യൂരിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു തവണ ഹാർട്ടിലൂടെ കയറി ഇറങ്ങി. അത് ഏത് ടൈപ്പ് ഓഫ് ബ്ലഡ് ആയിരുന്നു? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇനി ലങ്സിൽ വെച്ച് ഇവരെല്ലാം പ്യൂരിഫൈ ചെയ്തിട്ട് നോക്കിക്കേ, പൾമിനറി വെയിൻ വഴിയായിട്ട് ഇവർ തിരികെ പിന്നെയും ഹാർട്ടിലേക്ക് വരികയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സർക്കുലേഷൻ തുടങ്ങുകയാണ്. നോക്കിയേ, ഒറ്റ സൈക്കിളിൽ തന്നെ രണ്ടാമത്തെ തുടങ്ങുക. കാരണം ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരികെ വരണം. തിരികെ എന്താണ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തുന്നു. അവിടെ നിന്ന് എന്താണ് അയോട്ട വഴി എന്താണ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ട് എത്തുന്നു. പിന്നെ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് പറയാൻ പറ്റും ഹ്യൂമൻസിലും അതുപോലെ എന്താണ് മാമൽസ് 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടുള്ള ഓർഗനിസത്തിനെല്ലാം എന്താണ് ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു തരത്തിലുള്ള മിക്സിങ്ങും വരുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡും ഓക്സിജൻ റിച്ച് ബ്ലഡും തമ്മിൽ ഒരു തരത്തിലും മിക്സിങ് വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഡബിൾ സർക്കുലേഷൻ. ഇനി ഈ ഡബിൾ സർക്കുലേഷൻ എന്ന് നമ്മൾ പറഞ്ഞല്ലേ, അപ്പോൾ ആ ഒരു സർക്കുലേഷനെ നമ്മൾ 2ആയിട്ട് പറയുന്നുണ്ട്. അതേതൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് പൾമിനറി സർക്കുലേഷൻ. പൾമിനറി സർക്കുലേഷനും ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാണ് നമുക്ക് ആ ഒരു 2 സർക്കുലേഷനെ നമ്മൾ പറയാറുള്ളത്. അപ്പം അതും ജസ്റ്റ് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുക. നോക്കിയേ, പൾമിനറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ്. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർക്കുലേഷനിൽ
കോണ്ടാക്ട് വരുന്നത് ഈ ഒരു സർക്കുലേഷനിൽ കോണ്ടാക്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരു സർക്കുലേഷൻ നടക്കുമ്പോൾ ശരിക്കും നടക്കുന്നത് എന്താണ്, ഹാർട്ടും ലങ്സും തമ്മിലുള്ളൊരു കോണ്ടാക്റ്റാണ് നടക്കുക. ശരിയല്ലേ? ഹാർട്ടും ലങ്സും തമ്മിലാണ് ആദ്യം നടക്കുന്ന ഒരു സർക്കുലേഷൻ എന്ന് പറയുക. ആ ഒരു റീജിയനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനെയാണ് നമ്മൾ പൾമിനറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റീജിയൻ ഇതാണ് എന്താണ് പൾമിനറി സർക്കുലേഷൻ. ഓക്കെ, അവിടെ നടക്കുന്ന ഒരു എക്സ്ചേഞ്ച്, ബ്ലഡിന്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഹാർട്ടും ലങ്സും തമ്മിലുള്ള എക്സ്ചേഞ്ച് ആയിരിക്കും. ഇനി സെക്കൻഡ് വൺ ആണ് എന്ത്, സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുക. അവിടെ നടക്കുന്ന ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഇത് ഹാർട്ടും അതുപോലെ ദ സെൽസ് ഓഫ് ദ ബോഡിയുടെ ഡിഫറെൻറ്റ് സെൽസിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്ക് നടക്കുന്ന ആ ഒരു എക്സ്ചേഞ്ച് ആണ്. ഹാർട്ടും സെൽസ് ഓഫ് ദ ബോഡിയും തമ്മിലുള്ള ബ്ലഡിന്റെ എക്സ്ചേഞ്ച് ആണ് നമുക്ക് സിസ്റ്റമിക് സർക്കുലേഷൻ നോക്കിയാലും കാണാനായിട്ട് സാധിക്കാം. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് വണ് പൾമിനറി സർക്കുലേഷൻ. ഓക്കെ, ഇത്രയും വരെയുള്ള ഇതാണ് നമ്മൾ എന്താണ് പൾമിനറി സർക്കുലേഷൻ എന്ന് പറയുക. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹാർട്ടും ലങ്സും തമ്മിൽ ബ്ലഡിനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടാണ്, എക്സ്ചേഞ്ച് ചെയ്യുന്നതായിട്ടാണ്. ഫസ്റ്റ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്താണ്, അവിടെ 2 ടൈപ്പ് ഓഫ് ബ്ലഡിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലേ. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്താണ്, റൈറ്റ് ഏട്രിയത്തിലൂടെയും റൈറ്റ് വെൻട്രിക്കിളിലൂടെയും വന്നിട്ട് ഫ്ലോ ചെയ്തിട്ട് എന്താണ് പൾമിനറി ആർട്ടറി വഴി ലങ്സിലെത്തുന്നു. അവിടുന്ന് അത് പ്യൂരിഫൈ ചെയ്യുന്നു, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിട്ട് മാറുന്നു. പിന്നെ അങ്ങനെ ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടന്നു. പിന്നെ നോക്കിക്കേ, പിന്നെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ പൾമിനറി വെയിൻ വഴി ഹാർട്ടിന്റെ ലെഫ്റ്റ് ചേംബറിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഇവിടെ രണ്ടാമത്തെ എക്സ്ചേഞ്ച് നടന്നു. സോ ഓക്സിജനേറ്റഡ് ബ്ലഡും അതുപോലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിന്റെയും എക്സ്ചേഞ്ച് ഹാർട്ടും ലങ്സും തമ്മിൽ ഇവിടെ നടക്കുന്നുണ്ട്, പൾമിനറി സർക്കുലേഷനിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയോ? ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ, അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് ഹാർട്ടും ബോഡിയുടെ ഡിഫറെൻറ്റ് സെൽസും ആണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷനിലും ഇതുപോലെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിന്റെയും ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിന്റെയും എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. നോക്കിക്കേ, നമുക്കറിയാം അല്ലേ, അതായത് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നാണ് ശരിക്കും എന്താണ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്നാണ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് ചേംബേഴ്സിലോട്ട്, റൈറ്റ് ഏട്രിയത്തിലോട്ടും പിന്നെ അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടന്നു. ഇനി പിന്നെ നോക്കിക്കേ, പിന്നെ എന്താണ്, ഇനി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആക്കി, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ലങ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവരെ നമ്മൾ ബോഡി പാർട്സിലേക്ക് വിടണം. ഓക്കെ, അപ്പോൾ ഹാർട്ടിലോട്ട് ഈ ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്താണ് നമ്മുടെ ഹാർട്ടിൽ വന്നു, ഹാർട്ടിന്റെ ലെഫ്റ്റ് ചേംബറിൽ വന്നു. ഈ ലെഫ്റ്റ് ചേംബറിൽ നിന്ന് എങ്ങോട്ടേക്കാണ്, ലെഫ്റ്റ് ചേംബറിൽ നിന്ന് അയോട്ട വഴി, ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തുന്നു. അവിടെ നിന്ന് എന്താണ് അയോട്ട വഴി എങ്ങോട്ടേക്ക് പോകണം, തിരിച്ച് നമ്മുടെ ബോഡി പാർട്സിലേക്ക് എത്തണം. സോ ഇവിടെ രണ്ടാമത്തെ എക്സ്ചേഞ്ച് നടന്നു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഡബിൾ സർക്കുലേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡബിൾ സർക്കുലേഷനിൽ എന്താണ് പൾമിനറി സർക്കുലേഷനും വരുന്നുണ്ട്, അതുപോലെ സിസ്റ്റമിക് സർക്കുലേഷനും വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി വെക്കണം, അത് മാറിപ്പോയേക്കില്ല കേട്ടോ. ഓക്കെ, ഇനി ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പൾമിനറി സർക്കുലേഷനെയും സിസ്റ്റമിക് സർക്കുലേഷൻ്റെയും കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുക. പൾമിനറി സർക്കുലേഷൻ ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ from the right ventricle of the heart to the lungs through the pulmonary artery. ഓക്കെ, അപ്പോൾ എന്താണ് സിസ്റ്റമിക്, ആദ്യം പൾമിനറി സർക്കുലേഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുക. അവിടെ തന്നെ ആദ്യം ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ചേംബറിലൂടെ ഒഴുകുന്നത് അല്ലേ, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ലങ്സിലേക്ക് പോകുന്നു. അങ്ങനെ ഫസ്റ്റ് എക്സ്ചേഞ്ച് നടന്നേ, ഹാർട്ടും പിന്നെ അതുപോലെ ലങ്സും തമ്മിലുള്ള ഒരു ബ്ലഡിൻ്റെ എക്സ്ചേഞ്ച് നടന്നു. അത് ഏത് ബ്ലഡ് ആയിരുന്നു, അത് ടൈപ്പ് ഓഫ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരുന്നു. ഇനി പൾമിനറി സർക്കുലേഷനിൽ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ എക്സ്ചേഞ്ചും ഹാർട്ടും ലങ്സും തമ്മിൽ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നടക്കുക, അത് ലെഫ്റ്റ് ഏട്രിയവും പിന്നെ ലെഫ്റ്റ് ഏട്രിയം, അതായത് നമ്മുടെ ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പൾമിനറി വെയിൻ വഴിയാണ് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുക. അപ്പോൾ അവിടെ രണ്ടാമത്തെ എക്സ്ചേഞ്ച് നടന്നു. മനസ്സിലായല്ലോ? അങ്ങനെ 2 എക്സ്ചേഞ്ച് പൾമിനറി സർക്കുലേഷനിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, കമ്പോസ്റ്റ് ഓഫ് പൾമിനറി ആർട്ടറിയും ഉണ്ട്, പൾമിനറി വെയിനുമാണ് മെയിൻ ആയിട്ടും ഈ ഒരു പൾമിനറി സർക്കുലേഷനിലും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ആൾക്കാർ. ഓക്കെ, പിന്നെ ഈ ഒരു പൾമിനറി സർക്കുലേഷൻ്റെ ഒരു എയിം ക്യാരീസ് ബ്ലഡ് ടു ദ ലങ്സ്. മെയിൻ ആയിട്ടും ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ബ്ലഡിനെ
ലങ്സിലേക്ക് എത്തിക്കുക, പിന്നെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് തിരികെ എത്തിക്കുക. ഇതാണ് മെയിനായിട്ട് പൾമിനറി സർക്കുലേഷനിൽ നടക്കുന്നത്. ഹെൽപ്സ് ടു റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ബ്ലഡ് വൈൽ ഡിസോൾവിംഗ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. അപ്പോൾ എന്താണ് ഈ ഒരു പൾമിനറി സർക്കുലേഷൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു, പിന്നെ ബ്ലഡിലേക്ക് എന്താണ് ഓക്സിജൻ ഡിസോൾവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ നോക്കിയാലും നമുക്ക് എന്താണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൻ്റെയും ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൻ്റെയും എക്സ്ചേഞ്ച് കാണാൻ വേണ്ടി പറ്റും. ആരൊക്കെ തമ്മിലാണ്? അവിടെ എന്താണ് ഹാർട്ടും അതുപോലെ ബോഡി നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് ബോഡി സെൽസുമായിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് നടക്കുക. അപ്പോൾ അതിന് മെയിനായിട്ടും സഹായിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞത് ഒരാൾ അയോട്ടയാണ്, ഒരാൾ പിന്നെ ഉള്ള ആൾ എന്താണ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കവ. ശരിയല്ലേ? നോക്കിക്കേ, സിസ്റ്റമിക് സർക്കുലേഷനിൽ ആദ്യം ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അല്ലേ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്താണ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ട് എത്തുന്നത് ആര് വഴിയാണ്? അയോട്ട വഴിയാണ്. സോ അവിടെ മെയിനായിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരാളാണ് അയോട്ട എന്ന് പറയുന്നത്. ഇനി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന് ആദ്യം റൈറ്റ് ചേമ്പറിലേക്ക് പോകുന്നു, റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നു. അത് ആര് വഴിയാണ് എത്തുക? അതിനാര് വേണം? സുപ്പീരിയർ വീനക്കാവ്യം വേണം, ഇൻഫീരിയർ വീനക്കാവ്യം വേണം. സോ നമുക്ക് പറയാൻ പറ്റും സിസ്റ്റമിക് സർക്കുലേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? ഇൻഫീരിയർ വീനക്കാവ്യമുണ്ട്, സുപ്പീരിയർ വീനക്കാവ്യമുണ്ട്, പിന്നെ അയോട്ടയുണ്ട്, ദെൻ ചെറിയ ചെറിയ സ്മോൾ ബ്ലഡ് വെസൽസും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? ക്യാരീസ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ത്രൂ ഔട്ട് ആയിട്ട് ബ്ലഡിനെ സപ്ലൈ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് എന്താണ് യഥാർത്ഥത്തിൽ സിസ്റ്റമിക് സർക്കുലേഷൻ ചെയ്യുക. ഹെൽപ്സ് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ മെറ്റബോളൈസിങ് സെൽസ് ഇൻ ദ ബോഡി. അപ്പം ബോഡിയിൽ മൊത്തം ബ്ലഡിനെ സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അവർ ഏത് ഫംഗ്ഷൻ അവർ ചെയ്യുക? നമ്മുടെ ബോഡിയിൽ മൊത്തം അവർ ന്യൂട്രിയൻസിനെ സപ്ലൈ ചെയ്യുന്നു, ബോഡിയിൽ മൊത്തം എന്താണ് ഓക്സിജനെ സപ്ലൈ ചെയ്യുന്നു. അത് മെയിനായിട്ട് നടക്കുന്നത് ഈ ഒരു സിസ്റ്റമിക് സർക്കുലേഷനിലാണ്. അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് മെയിനായിട്ടും നിങ്ങളുടെ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഇതുപോലെ നിങ്ങൾ ഈ ഒരു ഹാർട്ടുമായിട്ടും സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് എന്താണ് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഫ്രഷപ്പ് ചെയ്തെടുക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി അറിയാവുന്നതൊക്കെ എന്താണ് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഇത്രയും പഠിച്ചതിൻ്റെ ബേസിസിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. റെഡി അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്നൊരു തംസപ്പ് ഇടാവോ? ക്ലിയർ ആയെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളും കൂടെ ഉത്തരം പറയണേ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ? നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ആൻസർ പറയണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ഏട്രിയം റിസീവ്സ് ബ്ലഡ് ഫ്രം. റൈറ്റ് ഏട്രിയം ബ്ലഡിനെ റിസീവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പൾമിനറി വെയിൻ ആണോ, പൾമിനറി ആർട്ടറി ആണോ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയാണോ, അയോട്ടയാണോ? റൈറ്റ് ഏട്രിയത്തിലോട്ട് എന്താ വരിക? ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാ വരിക. അത് എവിടെ നിന്നാണ്? ബോഡിയിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് ആരാ കൊണ്ടിരുന്നത്? യെസ്, ഓപ്ഷൻ അത് ഏതാ? യെസ്, ഓപ്ഷൻ സി ആണ്. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയാണ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡിനെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്ലഡ് ഫ്രം ദ ലങ്സ് എൻറ്റേഴ്സ് ദ ഹാർട്ട് ത്രൂ. ബ്ലഡ് ഫ്രം ദ ലങ്സ് എൻറ്റേഴ്സ് ദ ഹാർട്ട് ത്രൂ. അതായത് ലങ്സിൽ നിന്ന് ബ്ലഡിനെ എന്താണ് തിരികെ ഹാർട്ടിലേക്ക് റിസീവ് ചെയ്യുന്നത് ഇതിലെ കൂടെയാണ്. പൾമിനറി ആർട്ടറി ആണോ, പൾമിനറി വെയിൻ ആണോ, അയോട്ടയാണോ, വീനക്കാവ വഴിയാണോ? ലങ്സിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരികെ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആരായിരിക്കും? യെസ്, അത് ഓപ്ഷൻ ബി ആണ്, പൾമിനറി വെയിൻ. തിരിഞ്ഞു പോവല്ലേ? പൾമിനറി ആർട്ടറി ആണോ പൾമിനറി വെയിൻ ആണോ എന്നുള്ള കാര്യം കൺഫ്യൂഷൻ ആകരുത്. നോക്കിയേ, ബ്ലഡ് ഫ്രം ദ ലങ്സ് എൻറ്റേഴ്സ് ദ ഹാർട്ട് ത്രൂ. എന്താണ് ലങ്സിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരികെ ഹാർട്ടിലേക്ക് എത്തുന്നത് പൾമിനറി വെയിൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ നമുക്ക് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ തോന്നും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രമേ ഈ ഒരു ഇത് അറ്റൻഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, വിച്ച് ബ്ലഡ് വെസൽ ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ദ ലങ്സ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത് ആര്? നേരത്തെ ചോദിച്ചതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാരാണ്? ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഹാർട്ടിൻ്റെ റൈറ്റ് ചേമ്പേഴ്സിൽ നിന്ന് കൊണ്ടുപോകുന്ന ആളെന്ന് പറയുന്നത് അയോട്ടയാണോ, പൾമിനറി ആർട്ടറി ആണോ, പൾമിനറി വെയിൻ ആണോ, കൊറോണറി ആർട്ടറി ആണോ? ഏതാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ഓപ്ഷൻ
ബി ആണ്. യെസ്, പൾമിനറി ആർട്ടറി ആണ്. ഇനി ദ ലാർജസ്റ്റ് ആർട്ടറി ഇൻ ദ ഹ്യൂമൻ ബോഡി, അതൊരു എക്സ്ട്രാ ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ പൾമിനറി ആർട്ടറി ആണോ, കൊറോണറി ആർട്ടറി ആണോ, വീനക്കാവയാണോ, അയോട്ടയാണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആട്ടോ. അയോട്ടയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിച്ച് സൈഡ് ഓഫ് ദ ഹാർട്ട് കണ്ടെയ്ൻസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്? ഏത് സൈഡിലാണ്? നമ്മൾ പറഞ്ഞു ഹാർട്ടിനെ 2 ചേമ്പറായിട്ട് തിരിച്ചിട്ടുണ്ട്. മെയിനായിട്ടും രണ്ട് സൈഡായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സെപ്റ്റം കൊണ്ട്. അതിൽ റൈറ്റ് ചേമ്പർ എന്നും ലെഫ്റ്റ് ചേമ്പർ എന്നും. അതിൽ ഏത് സൈഡിലാണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക? ഏതാണ്? തിരിഞ്ഞു പോവല്. ഏത് സൈഡിലാണ്? നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് എന്താണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ കാണാനായിട്ട് സാധിക്കുക. ഇനി 6th ക്വസ്റ്റ്യൻ, വാട്ട് പ്രിവെന്റ്സ് ദ ബ്ലാക്ക് ഫ്ലോ ഓഫ് ദ ബ്ലഡ് ഇൻ ദ ഹാർട്ട്? എന്താണ് പ്രിവെന്റ് ചെയ്യുന്നത്? ബ്ലഡിനെ തിരികെ ഒഴുകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഹാർട്ടിലൊരു മെക്കാനിസം ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിലൊരു ആൾക്കാരുണ്ട്. ആരാണ് അത്? ആർട്ടറീസ് ആണോ, വെയിൻ ആണോ, വാൾവ്സ് ആണോ, കാപ്പിലറീസ് ആണോ? യെസ്, ഓപ്ഷൻ സി ആണ്, വാൾവ്സ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ വാൾവ്സ് ഓർത്തിരിക്കുക കേട്ടോ. 4 വാൾവ്സ് ഉണ്ട്. ആ വാൾവിൻ്റെ പേരും പൊസിഷനും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ് ഈസ് കോൾഡ്. നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച കാര്യം അല്ലേ? സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ടും ലങ്സും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നതെങ്കിൽ, ബ്ലഡിൻ്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നതെങ്കിൽ, ആ ഒരു സർക്കുലേഷനെ നമ്മൾ എന്ത് വിളിക്കും? സിസ്റ്റമിക് സർക്കുലേഷൻ ആണോ, പൾമിനറി സർക്കുലേഷൻ ആണോ, ഡബിൾ സർക്കുലേഷൻ ആണോ, കൊറോണറി സർക്കുലേഷൻ ആണോ? അതൊന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കട്ടെ. ഏതാണ്? ഹാർട്ടും ലങ്സും തമ്മിലാണ്. ഏത് ഓപ്ഷനാന്ന് ഇട്ടാൽ മതി. ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ്, പൾമിനറി. ബി എന്നിട്ടിട്ടുണ്ടോ? യെസ്, ഓപ്ഷൻ ബി, പൾമിനറി സർക്കുലേഷൻ ആണ് നമ്മുടെ ഹാർട്ടും ലങ്സും തമ്മിൽ വരുന്ന ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത്, ബ്ലഡിന്റെ സർക്കുലേഷൻ. ഓക്കെ, ഇനി ദ വാൾ ബിറ്റ്വീൻ ലെഫ്റ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് കോൾഡ്. ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൽവ്. ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പ് ഓഫ് വാൽവാണ്, ഇതിന്റെ പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. എവിടെയാണ്? ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ വരുന്ന വാൽവ് ഏതാണ്? ട്രൈക്കസ്പിഡ് വാൽവാണോ, ബൈക്കസ്പിഡ് വാൽവ് ഓർ മിട്രാൽ വാൽവാണോ, പൾമിനറി വാൽവാണോ, അയോട്ടിക് വാൽവാണോ? ഒന്ന് ഓർത്ത് നോക്കിയിട്ട് ചെയ്തേ. ഏത് ഓപ്ഷനാന്ന് പറഞ്ഞേ. യെസ്, ഓപ്ഷൻ ബി അല്ലേ? യെസ്, ബൈക്കസ്പിഡ് വാൽവ്, അതായത് അല്ലെങ്കിൽ മിട്രാൽ വാൽവ് എന്ന് നമ്മൾ പറയും. അതാണ് ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ദ സെൽസ് ഓഫ് ദ ബോഡി. ഇനി ഹാർട്ടും സെൽസ് ഓഫ് ദ ബോഡിയും തമ്മിലുള്ള ബ്ലഡിന്റെ എക്സ്ചേഞ്ചാണ് നടക്കുന്നെങ്കിൽ നമ്മൾ ആ സർക്കുലേഷനെ എന്ത് പറയും? ഹാർട്ടും അതുപോലെ സെൽസ് ഓഫ് ദ ബോഡി. ഏതായിരുന്നു? പൾമിനറി സർക്കുലേഷൻ ആണോ, സിസ്റ്റമിക് സർക്കുലേഷൻ ആണോ, ഡബിൾ സർക്കുലേഷൻ ആണോ, കൊറോണറി സർക്കുലേഷൻ ആണോ? ഏതാണ്? സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. അവിടെയാണ് ഹാർട്ടും ബോഡിയുടെ സെൽസും ആയിട്ടുള്ള എക്സ്ചേഞ്ച്, ബ്ലഡിന്റെ എക്സ്ചേഞ്ച് നടക്കുക. ഇനി ഹ്യൂമൻ ബീങ്സ് ഹാവ് സിംഗിൾ സർക്കുലേഷൻ ആണോ, ഡബിൾ സർക്കുലേഷൻ ആണോ, പാർഷ്യൽ സർക്കുലേഷൻ ആണോ, മിക്സ്ഡ് സർക്കുലേഷൻ ആണോ? നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ആണുള്ളത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഡബിൾ സർക്കുലേഷൻ ആണുള്ളത്. സിംഗിൾ സർക്കുലേഷൻ കാണിക്കുന്ന ആരാണ്? ഫിഷസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പം ഇതുപോലുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ചാടിക്കയറി ആൻസർ ചെയ്താൽ തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. പിന്നെ എന്താണ്, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്താ, നിങ്ങളുടെ മൈൻഡ് ആ ഒരു ഹേർട്ടിൻ്റെ ഒരു ഡയഗ്രാം വരണം. അതിൻ്റെ ആ ഒരു പമ്പിങ്, അതിൻ്റെ പാത്വേ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എല്ലാം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പിടാവോ? അപ്പോൾ ഈ ഒരു പാഠം എന്താണ്, ഈ ഒരു ചാപ്റ്റർ പാടാന്നോർത്ത് ആരും സ്കിപ്പ് ചെയ്തേക്കരുത്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ്, അപ്പം വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററുകളും നന്നായിട്ട് പഠിക്കുക. ഒരു ചാപ്റ്ററും പാടാന്നോർത്ത് വിട്ട് കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിച്ചിട്ട് എക്സാം എഴുതുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.